मौनव्याख्या प्रकटितं वसिष्ठान्ते वसदृशिगणैरावृतं ब्रह्मनिष्ठे आचार्येन्द्रं करकलितचिन्मुद्रमानन्दमूर्तिं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीढे. ഭഗവാന്റെ സമക്ഷത്തിൽ ഒരു അവസരം ലഭിച്ചതിലുള്ള നന്ദിയും സന്തോഷവും എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് കരുതി. രാമായണം സമകാലീന സമൂഹത്തിൽ അല്ലെങ്കിൽ സമകാലീന സമൂഹവും രാമായണവും ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആ വിഷയത്തിന്റെ തലക്കെട്ടിൽ നിന്ന് തുടങ്ങാം അല്ലെ. ഞങ്ങൾക്കൊക്കെ ഗവേഷണത്തിനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാവരും പറയുക, എന്താണോ ആദ്യം ടൈറ്റിൽ എഴുതുന്നത് അതിൻ്റെ ഓരോ വാക്കും വിശദീകരിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അപ്പൊ രാമായണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് വ്യക്തമാണ്. സമകാലീന സമൂഹമാണ്, അത് പുറത്തുള്ള ഒന്നല്ലല്ലോ, ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും തന്നെയാണ്. അപ്പോൾ നമ്മളും രാമായണവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? രാമായണം ഇന്നും ഇന്നലെ ഒന്നും എഴുതിയതല്ല, എത്രയോ വർഷം മുന്നേ എഴുതിയ അത്തരത്തിലൊരു ഗ്രന്ഥം ഇന്നും നമ്മൾ ഇത്രയും ആഘോഷപൂർവം ഒരു മാസം കഷ്ടപ്പെട്ട് ശ്വാസം വിടാണ്ടാണെങ്കിലും നമ്മൾ വായിച്ച് തീർക്കുന്നുണ്ട്. അതല്ലാണ്ട് ഒരുപാട് വായനകൾ നടക്കുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് സഹായമായി തീരുന്നു, അതല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. രണ്ട് കുട്ടി ഉണ്ടാവാം. അപ്പോ ദൈവം എവിടെയാണെന്ന് അറിയൂന്ന് മറ്റേ കുട്ടിയോട് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, എനിക്കറിയാം, എനിക്കിതൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മ എന്താണ് പറഞ്ഞു തന്നിരിക്കുന്നത്, എന്താ പറയൂ, എവിടെയാണ് ദൈവം ഉള്ളത് എന്ന് പറയൂ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞ ഉത്തരം, ദൈവം എല്ലായിടത്തും ഉണ്ട് എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത് എന്നാണ്. അപ്പോ മറ്റേ കുട്ടി വീണ്ടും ചോദിച്ചു, അങ്ങനെ ആണെങ്കിൽ നമുക്ക് എത്ര ദൈവങ്ങൾ ഉണ്ടാവും, അത് നിനക്കറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അതും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ ഒന്നേ ഉള്ളൂ എന്ന് പറയാൻ? നമ്മൾ എത്ര ദൈവങ്ങളെ കാണുന്നു അല്ലെ. നമ്മുടെ ധർമ്മത്തിൽ തന്നെ അനേകം ദൈവങ്ങളുണ്ട്, അവരുടെ പേരുകളൊക്കെ നമുക്കറിയാം, നമ്മൾ എന്നും പോയി തൊഴുണ്ട്. അപ്പൊ ഇത്രയും ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാ, ഇതിനെ വേറൊരു കഥയായിട്ടും നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും. അതായത് ഇതേപോലൊരു കുട്ടി, ഇത് ചിന്മയാനന്ദ സ്വാമികൾ പറയാനുള്ള ഒരു കഥയാണ്. ആ കുട്ടി കാട് കടന്നിട്ട് വേണം സ്കൂളിൽ പോവാൻ. അപ്പൊ ഇന്നുള്ള കഥയായിരിക്കില്ല, കുറെ വർഷം മുന്നേ ആയിരിക്കും. അവിടെ വീട്ടില് അച്ഛനും മുത്തശ്ശനൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങളൊക്കെ പോയിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും അല്ല, ഇത്ര കഷ്ടപ്പെട്ടിട്ടാ പോയിരുന്നത് എന്ന് അറിയുമെന്ന് ചോദിച്ചിട്ട് കഥ പറയും. അങ്ങനെ തോട് കടന്നിട്ടാണ്, മലകൾ കടന്നിട്ടാണ് എന്നൊക്കെയുള്ള കഥ പറയും. അപ്പൊ അങ്ങനെ പണ്ട് കാട് കടന്നിട്ട് വേണമായിരുന്നു ആ കുട്ടിക്ക് സ്കൂളിൽ പോവാൻ. അങ്ങനെ സ്കൂളിൽ പോണ സമയത്ത് കുട്ടിക്ക് എന്നും പേടിയാണ് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോവാൻ. എന്താ ഈ മോൻ്റെ ഒക്കെ പ്രായമുള്ള ഒരു കുട്ടിക്ക് എന്തായാലും പേടിയുണ്ടാവും, നമുക്ക് തന്നെ പേടിയായിരിക്കും. അപ്പോ ആ കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഇങ്ങനെ പോവാൻ പറ്റില്ല, ഒറ്റയ്ക്ക് പോവാൻ പറ്റില്ല. അപ്പൊ അമ്മയ്ക്കാണെങ്കിൽ ഒത്തിരി പണിയുണ്ടാവും, വീട്ടില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോ അമ്മ പറഞ്ഞു കൊടുത്തു, അമ്മമാരുടെ മഹത്വം കേട്ടോ നമ്മൾ ചിന്തിക്കണം. നിനക്ക് എന്ത് എപ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നീ ഏട്ടാന്ന് വിളിച്ചാൽ മതി, അപ്പോ കൃഷ്ണൻ നിന്റെ അടുത്തേക്ക് വരും എന്നാണ്. ഇത് ആരാ കൃഷ്ണൻ അല്ലെങ്കിൽ ആരാ മഹാദേവൻ എന്നുള്ളതൊന്നും അമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഏട്ടാന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിന്നെ രക്ഷിക്കാൻ കൃഷ്ണൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി പോവും. കുട്ടി ആദ്യത്തെ ദിവസം പോയി കാടിന്റെ നടുവിലെത്തി. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാവൂലേ, ഇവിടെ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ട്. ആദ്യത്തെ ദിവസം കുട്ടി ഉറക്കനെ വിളിച്ചു ഇത്രേ. ഏട്ടാന്ന് വിളിച്ചപ്പോ ഭഗവാൻ വന്നു എന്നാണ്. ഭഗവാൻ വന്നിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോ, എനിക്ക് അങ്ങോട്ട് കടക്കാൻ പേടിയാണ്, എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ കുട്ടീനെ കൊണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഇത് സ്ഥിരം പരിപാടിയായി. എന്നും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേടിയില്ലെങ്കിലും അവൻ വിളിക്കും, ഏട്ടാ ഇനി ഒന്ന് രക്ഷിക്കാൻ വരുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നും ഈശ്വരനെ ആയിട്ട് ആ കുട്ടി സ്ഥിരമായിട്ട് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയുടെ മാഷ്ക്ക്, അന്നൊക്കെ ഗുരുക്കന്മാരെന്നല്ലേ പറയാം, മാഷ്ടെ പിറന്നാളായിരുന്നു. അപ്പൊ എല്ലാവരും
മാഷ് പറയാണ്, നിങ്ങൾ എല്ലാവരും നാളെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊക്കെ കൊണ്ടുവരണം, നാളെ നമുക്കത് ഇവിടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയും അമ്മയേ ഉള്ളൂ വീട്ടിലെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അവസ്ഥ എന്താന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അന്നന്നേക്കുള്ള അന്നത്തിനുള്ളത് ആ അമ്മ അധ്വാനിച്ചിട്ട് വേണ്ടേരും ഉണ്ടാക്കാൻ. അപ്പൊ ഈ കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഏയ് മാഷല്ലേ അല്ലെങ്കിൽ ഗുരു അല്ലേ, അവർക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, എനിക്ക് വീട്ടിൽ അതിനുള്ള സാഹചര്യമൊന്നും ഇല്ല, അത് പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിക്ക് ഭയങ്കര വിഷമായി. കാരണം കുട്ടികളുടെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു നാണക്കേടും ഇതൊക്കെ ഉണ്ടാവും. കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ശരി അതിപ്പോ എങ്ങനെയാ ഞാൻ പറയാന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവൻ പോകുന്ന സമയത്ത് അന്നും വിളിച്ചു എന്നാണ്, ഏട്ടാക്കാരായോണ്ട് ഇവൻ ഇനിയിപ്പോ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കുമോ എന്നാണ് ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ മാഷ് ചോദിച്ചു, ഇത് എവിടുന്നാന്ന് വെച്ചു, എൻ്റെ ഏട്ടൻ തന്നു. കുട്ടിക്ക് ഉത്തരം എളുപ്പമാണ്. അപ്പൊ ശരി ഏട്ടൻ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ പാത്രത്തിന്റെ പ്രത്യേകത, ഇവര് പാലെടുക്കും തോറും പിന്നെയും പിന്നെയും ആ പാത്രത്തിൽ പാല് കൂടി വന്നു. ഇത് അത്ഭുതമാണ്. അപ്പൊ ഇതിലെന്തോ ട്രിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ മാഷ് ചോദിച്ചു, ഇത് തന്ന ഏട്ടനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉണ്ട്, എന്നും രാവിലെ എന്നെ ഇതുവരെ കൊണ്ടാക്കാറ് ഏട്ടനാണ്, ഞാൻ എന്തു ചോദിച്ചാലും ഏട്ടൻ എനിക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി മാഷിനെയും ബാക്കി കുട്ടികളൊക്കെ ആയിട്ട് കാട്ടിലേക്ക് ചെന്നു എന്നാണ്. അപ്പൊ നമുക്ക് സങ്കല്പിക്കാം, ഈ മതിലിന്റെ അപ്പുറം കാടാണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി പോയി എവിടെയെന്ന് എൻ്റെ ഏട്ടൻ എന്ന് ചോദിച്ചു. കുട്ടി അവിടെ നിന്നിട്ട് ഉറക്കനെ വിളിച്ചു, ഏട്ടാ ഏട്ടാന്ന് വിളിച്ചു, വരണില്ല. കണ്ടില്ലേ, നമ്മൾ വെറുതെയാണോ കള്ളകൃഷ്ണൻ എന്നൊക്കെ പറയണത് അല്ലെ. കുട്ടി പിന്നെയും വിളിച്ചു, കരയാൻ തുടങ്ങി, ഏട്ടാ ഒന്ന് വരൂ അല്ലെങ്കിൽ ഇവരൊക്കെ പറയും ഞാൻ കള്ളത്തരം പറഞ്ഞു എന്ന്. അങ്ങനെ അവസാനം മാഷ് ഉറപ്പിച്ചു, നീ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമായി, എല്ലാരും വന്നൂലോ, അപ്പൊ അതുകൊണ്ട് ഇത് എവിടുന്നോ ഒപ്പിച്ചതാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന നേരം അശരീരി വന്നു എന്നാണ്. ശരീരമില്ല, ശബ്ദമാണ് വന്നത്. ശബ്ദത്തില് ഭഗവാൻ പറഞ്ഞു, നിനക്കേ എന്നെ കാണാൻ പറ്റുള്ളൂ. കാരണം എന്താ, നിനക്ക് ഉറപ്പുണ്ട് ഞാൻ വരുംന്ന്, പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്നെ കാണാൻ പറ്റില്ല. കാരണം എന്താ, അവർക്ക് ഉറപ്പില്ല ഇങ്ങനെ ഒരാള് ഉണ്ട് എന്നുള്ളത്. വിശ്വാസം ആണ് വേണ്ടത്. അത് ഇത്ര പോകുന്ന കുട്ടിയായാലും അവിടുന്ന് എത്ര ഗുരുസ്ഥാനീയരായാലും വിശ്വാസത്തിന്റെ മുകളിലേ നമുക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. എന്തും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ധർമ്മങ്ങളെ കുറിച്ചും മറ്റ് ആചരണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ വിശ്വാസത്തിന്റെ മുകളിൽ നിന്ന് വേണം തുടങ്ങാൻ. ഈ വിശ്വാസം തുടങ്ങണതിന് നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുള്ള വഴിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും എനിക്ക് ഗുരുജനങ്ങളാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്. ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ ഇടയ്ക്കും എൻ്റെ ചെറിയൊരു ജീവിതത്തിന്റെ ഇടയ്ക്കും ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് എല്ലാത്തിനും അത്താണിയായിട്ട് അവസാനം ഒന്നും വേണ്ട, ഭഗവാൻ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുള്ളവരായിരിക്കും അല്ലേ നമ്മളൊക്കെ. അപ്പൊ ആ ഭഗവാനിലേക്കുള്ള വഴി അല്ലെങ്കിൽ ഈശ്വരനിലേക്കുള്ള വഴിയായിട്ടാണ് ഇങ്ങനെ കുറേ കഥകളെയും കാര്യങ്ങളെയും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതൊന്നും ചിന്തിക്കാറില്ല, കാര്യമാത്ര പ്രസക്തമായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. എന്നും അമ്പലത്തിൽ പോണു, എന്നും നമ്മൾ നാരായണീയം വായിക്കണു, ഭാഗവതം വായിക്കണു, അതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം വായിക്കണു, പാരായണം ചെയ്യണു. പക്ഷെ ഈ പാരായണം ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കുമോ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങൾ തന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ. നമ്മൾ രാമന്റെ കഥ വായിക്കുന്നു, പഠിക്കുന്നു, MA ക്ലാസ് വരെ പഠിക്കാനുണ്ട് രാമന്റെ കഥയും രാമനെ കുറിച്ച് എഴുതിയ രാമായണമൊക്കെ. പക്ഷെ ഇത് ഇങ്ങനെ പഠിച്ചും 30 ദിവസം, ഇത് ഞങ്ങളെ ഗുരുനാഥൻ പറയണ കേട്ടോ, നിങ്ങൾ ഈ 30 ദിവസം ശ്വാസം വിടാണ്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ, ഇതിന്റെ ഇടയത്തെ ഒരു കഥ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ആചാര്യന്മാർ പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഇത് വെറുതെ വായിച്ചു പോകാനുള്ളതല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ അതിലേക്ക് കടക്കാൻ നമ്മൾ എന്താണ് ഭഗവാൻ എന്നും ഭഗവാനിലേക്കുള്ള വഴി ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു വഴിയുള്ളൂ എന്നുള്ള, അമ്പലത്തേക്കുള്ള വഴിയല്ല കേട്ടോ, ഈശ്വരനിലേക്കുള്ള വഴി. അമ്പലത്തേക്ക് നമുക്ക് കുറെ വഴികളുണ്ടാവും ചുറ്റും, അപ്പോൾ ഇങ്ങോട്ടേക്ക് അനേകം വഴിയുണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭഗവാനിലേക്കുള്ള വഴി ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിക്കാം. ഇത് ഇത്ര എളുപ്പമുള്ള ഒരു തത്വമൊന്നുമല്ല. ഇപ്പൊ രാമായണത്തിന്റെ കാര്യം പറയുന്നതിന്റെ കൂടെ ഈശ്വരനിലേക്കുള്ള വഴി ഒന്നാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടുന്ന് നീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, ആ കുട്ടി അതാ എന്തൊക്കെയോ പറഞ്ഞു, ഒരു വഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് എന്താ മനസ്സിലായില്ല എന്നുള്ളത് വരും. അപ്പൊ അങ്ങനെ വേണം രാമായണത്തിലേക്ക് കടക്കാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ വരുന്ന നമുക്കുള്ള ഒരു സൂത്രമാണ്
നമുക്കൊരു സൂത്രം തന്നിട്ടുണ്ട് ആചാര്യന്മാര്. സൂത്രം നമുക്കറിയാം, ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ കളിക്കുടുക്ക തൊട്ടിട്ട് മിട്ടുമുയലിന് വഴി കാട്ടും അല്ലെ, അതൊരു സൂത്രമാണ്. എവിടെ നിന്നാണോ മുയൽ വന്നേ അതിന് തിരിച്ച് വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു സൂത്രം നമ്മൾ വരച്ചു കൊടുക്കും. ഇതേപോലുള്ള അനവധി സൂത്രങ്ങൾ ഉള്ള ഒരു സംസ്കാരമാണ് നമ്മളുടെ ഭാരതീയ സംസ്കാരം. അതിലൊന്നാണ് ഭക്തിസൂത്രം, നാരദ ഭക്തിസൂത്രം. നമ്മൾ ഈ TV സീരിയലുകളിലൊക്കെ കണ്ടിട്ട് നാരദനെ, ഞാനും ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെയാട്ടോ വിചാരിച്ചിട്ടുള്ളത്, അല്ലാത്തവരും ഉണ്ടാവും. നാരദര് ഭയങ്കര ഏഷണിക്കാരനാണ്, ഇവിടെ ഉള്ളത് അവിടെ കൊളുത്തും, അവിടെ ഉള്ളത് ഇവിടെ കൊളുത്തും എന്നുള്ളതാണ് പൊതുവെ, ഏഷണിക്കാരൻ എന്നാണ് പറയാ. പക്ഷെ എന്താ 24 മണിക്കൂറും നാരായണ 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 എന്നേ ഉള്ളൂ. അതൊരു ഗുണാണ് അല്ലെ, അതൊരു സത്വഗുണാണ്. അപ്പോ ഏഷണി പറയല് നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഒരു പ്രവൃത്തിയല്ലേ, അത് ഭഗവാൻ ചെയ്യുമോ? നാരദനെ ഭഗവാന്റെ സ്ഥാനത്ത് തന്നെയാണ് നമ്മളെ സംസ്കാരം കാണുന്നത്. അദ്ദേഹം പറഞ്ഞു തരുന്ന സൂത്രമാണ് ഭക്തി സൂത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഏഷണി പറയുണ്ടാവോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നാളെ നമ്മളുടെ അടുത്തൊരാൾ വന്നിട്ട് നിങ്ങൾ നാരദൻ ഏഷണിക്കാരനല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ച് പറയാൻ വേണം, ഏഷണിക്കാരനല്ല, പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയണം, അത് ഏഷണിയല്ല അല്ലെ. അപ്പുറത്ത് നടക്കണം, പറയാൻ പാടില്ലാത്ത കാര്യം നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏഷണിയായി. അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ഞാൻ ഇവിടെ വന്ന് ഇത് പറയേണ്ടത് ഒരു പക്ഷേ നിയോഗമായിരിക്കും, പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ കാര്യമാണോ പറയേണ്ടതല്ല, ഭഗവാന്റെ കാര്യമാണ് പറയേണ്ടത്. പക്ഷെ മനുഷ്യന്മാർക്ക് എപ്പോഴും ഉള്ളൊരു ചോദനയുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് അപ്പുറത്ത് കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അവിടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ആശ്വാസം, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല, അവിടെയും കറണ്ട് ഇല്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസം നമുക്ക് ഉണ്ടാവും. പക്ഷെ അവിടെ കറണ്ട് ഇല്ല, ഇതെന്താ ഇവിടെ മാത്രം കറണ്ട് ഇല്ല, അവിടെയൊക്കെ കറണ്ട് ഉണ്ട്, ഇത് ശരിയാവില്ല നമ്മൾ പറയും. അത് മനുഷ്യന്റെ രീതിയാണ്. അപ്പോ നാരദൻ ഇവിടെയുള്ളത് വിഷ്ണു ലോകത്ത് എത്തിക്കണു, വിഷ്ണു ലോകത്തുള്ളത് രാമന്റെ രാജധാനിയിൽ എത്തിക്കണു. അപ്പൊ അതിന് നമുക്ക് ഏഷണി തന്നെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാ. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട് അവിടെ ഉള്ളത് ഇവിടെ എത്തിക്കണേ എന്നുള്ളതും കൂടെ ചിന്തിക്കണേ. ചില കാര്യങ്ങൾ നമ്മൾ അറിയണം, നമ്മൾ പറയും ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അറിയാച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് പറയും. അപ്പോ ഏഷണി എന്നുള്ളതും കൃത്യമായിട്ടുള്ള കാര്യം കൃത്യസ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതും രണ്ടാണ്. അപ്പൊ ഈ നാരദന്റെ ഭക്തിസൂത്രം അത്രയും മഹത്കരമാണെന്ന് പറയാനാണ് ഞാൻ ആദ്യം നാരദനെ കുറിച്ച് പറഞ്ഞു തന്നത്, തെറ്റിദ്ധാരണ പാടില്ലല്ലോ. അപ്പൊ ഈ ഭക്തിസൂത്രത്തിൽ പറയുമ്പോ വീണ്ടും ചോദ്യം വരും, അപ്പൊ ഈ ഭക്തി എന്താണ്? ഭക്തി നമുക്ക് ആരോടും ആവാന്നല്ലേ. നമ്മളുടെ ഒരു പൈതൃകത്തിലും സംസ്കാരത്തിലും ഒന്നും നമുക്ക് പറഞ്ഞു തരുന്നില്ല ഭക്തി ഈശ്വരനോട് മാത്രമാണെന്ന്. പിതൃഭക്തി ഉണ്ടാവും, മാതൃഭക്തി ഉണ്ടാവും, ഗുരുഭക്തി ഉണ്ടാവും. അപ്പൊ ഈ ഭക്തി എന്നുള്ള വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാനം തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്രയും മനസ്സിന് നമുക്ക് ആത്മാർത്ഥമായി തോന്നുന്ന സ്നേഹം. ഈശ്വരനോടുള്ളതും നമുക്കതല്ലേ സ്നേഹം, അതെന്റെ ആണല്ലോ ഭഗവാൻ എന്നുള്ളൊരു ചിന്ത, അത് തന്നെയാണ് ഭക്തി. അപ്പൊ ഈ ഭക്തി സൂത്രത്തില് ആദ്യത്തെ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രാപ്യമല്ലാത്തതല്ല കേട്ടോ. ഞാനത് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാ വെച്ചാൽ ഇങ്ങനെ പല ഗ്രന്ഥങ്ങളുണ്ട്, നമ്മൾ ഈ സ്ഥിരമായിട്ട് നമ്മൾ ഭജന ചൊല്ലണം, നാമം ചൊല്ലണം, ഇതൊക്കെ ഇതിന്റെ ആദ്യത്തെ ഘട്ടം മാത്രമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടത്തേക്ക് നമ്മൾ കടക്കണ്ടേ. എന്നും നമ്മൾ ഒരേ ഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധ്യമില്ല. ഇപ്പൊ നമുക്കറിയാം എക്സാം എഴുതാൻ തന്നെ പല ലെവലിലുള്ള ക്വാളിഫിക്കേഷനാ പറയാം. 10ാം ക്ലാസ്സിലുള്ളവർക്ക് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ ഉണ്ടാവും, അങ്ങനെ പോകും. അപ്പൊ നമ്മളും അതിനനുസരിച്ച് പോകണം. പക്ഷെ ഇതിലെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? നാമം തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചില തെളിവുകൾ വേണം. ഇത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെളിവാണ്. അങ്ങനെ വരുമ്പോഴാണ് എന്താണ് ഭക്തി എന്ന് നാരദര് പറഞ്ഞു തരുന്നുണ്ട്. നാരദർ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ ഭക്തി എന്താന്ന് പറഞ്ഞു തരാൻ പറ്റില്ല ഹേ, അത് അനുഭവിക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും അത്. പക്ഷെ വിവിധ തരത്തിൽ ഭക്തി ഉണ്ട് എന്ന് പറയണു. ഒന്ന് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. നമ്മൾ അമ്പലത്തിൽ വരുന്നു, പൂജകൾ കഴിപ്പിക്കണു, വഴിപാടുകൾ കഴിപ്പിക്കണു. അത് പറഞ്ഞു തരുന്നത് വ്യാസഭഗവാനാട്ടോ. വ്യാസഭഗവാനെ നമുക്ക് പരിചയമുള്ളതാണ് അല്ലേ. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഗ്രന്ഥം നമുക്ക് തന്നിട്ടുള്ള ആളാണ്. അടുത്തത് പറയുന്നത് ഗർഗ മഹർഷിയാണ്. ഗർഗ മഹർഷി പറയണ പൂജ ചെയ്യാൻ പോവാൻ വയ്യ, എന്ത് ചെയ്യും? നമ്മള് വീട്ടിൽ നിന്ന് നമുക്ക് പോവാൻ വയ്യ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ആരാ നമുക്ക് പൈസ കൊടുക്കാണ്ട് പൂജ ചെയ്ത് തരിക അന്നത്തെ കാലത്ത്? ഇല്ല അല്ലെ. വേണ്ട, നിങ്ങളെ കയ്യിൽ ഗ്രന്ഥം ഉണ്ടെങ്കിൽ വായിക്കാൻ സാധിക്കുവോ അത് വായിക്കൂ. ഭാഗവതം തുടങ്ങിയിട്ടുള്ള കഥകള് വായിക്കുന്നതും ഭക്തിയാണ് എന്ന് ആ മഹർഷി നമുക്ക് പറഞ്ഞിരുന്നു. ഇനി അടുത്ത മുനിയുണ്ട്, ശൗണ്ഡില്യൻ.
അദ്ദേഹം പറഞ്ഞിരുന്നത് ഇനിയിപ്പോ ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ടില്ലേ, നമുക്ക് ഉള്ളിൽ തോന്നുകയാണ് ഇതൊന്നും ഭഗവാനെ എൻ്റെ അല്ല, ഒക്കെ അവിടുത്തെയാണ്, ഇതൊക്കെ ഞാൻ ഭഗവാന്റെ അനുസരണയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്യണു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഭക്തിയാണ് പറയണു. ഇനി ഇതിനെയൊക്കെ കൺക്ലൂഡ് ചെയ്തിട്ട് അവസാനം നാരദർ പറയണത് എന്താ വെച്ചാൽ, ഇനിയിപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഇല്ല, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? അതുതന്നെയാണ് ഭക്തി എന്നാണ്. അപ്പൊ ഈ ഭക്തി സൂത്രത്തിൽ ഞാൻ പറഞ്ഞു തരാൻ കാരണം, ഇതിനെ ഓരോ ഘട്ടമായിട്ടാണ് നമ്മൾ മുക്തിയിലേക്ക് എത്തുക. നമ്മളൊക്കെ ഇവിടെ വന്ന് എന്നും ഇരുന്ന് നാമം ചൊല്ലണതും ഭഗവാനെ കാണുന്നതും ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണതും എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും വേറെ പരിപാടികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. എല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതിൻ്റെ കൂടെ ഇതൊക്കെ നിർബന്ധമായി ചെയ്യണം എന്ന് പറയാൻ കാരണം, തിരിച്ച് ഇപ്പോൾ എൻ്റെയൊക്കെ മുത്തശ്ശി പറയുന്ന പോലെ മണ്ണൂര് പോണ കാലത്ത് നമുക്ക് മുക്തി വേണം. ആ മുക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണമെന്നാണ്. നമുക്ക് ഇത് കയ്യിൽ കിട്ടില്ല അല്ലെ. നമ്മൾ ആദ്യത്തെ കഥയിൽ പാലിന്റെ കാര്യം പറഞ്ഞതുപോലെ ആരും നമുക്ക് കയ്യിൽ കൊണ്ടുവന്ന് തരില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ മുക്തി കയ്യിൽ കിട്ടിയിട്ട് മുകളിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മുക്തി എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ എന്തോ ആണ്. അത് നമുക്ക് ജീവിതത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. ജീവിതത്തിൽ അത് അറിഞ്ഞിട്ട് നമ്മൾ വിഷ്ണുപാദം പോകണു എന്നുള്ളതാണ് ഈ മുക്തിയുടെ കാര്യം. ഈ മുക്തിയിലേക്ക് എത്താനുള്ള കുറച്ച് വഴികളുണ്ടാവും. അതിനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി വിചാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭക്തി സൂത്രത്തിനെ കുറിച്ച് പറഞ്ഞത്. അതിന്റെ ആദ്യത്തെ വഴി നമുക്ക് ഭക്തി ഉണ്ടാവണം അല്ലെ. ഭക്തി ഉണ്ടാവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണു? അമ്പലത്തിൽ പോണു, അമ്പലത്തിൽ വിഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരാൾക്ക് ഭക്തി ഉണ്ടാവും? എൻ്റെ സംശയം കേട്ടോ. സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഭക്തി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ജീവൻ മുക്തരാവണ്ടേ? നമ്മളുടെ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നവരൊക്കെ ജീവൻ മുക്തരായിട്ട് വിഷ്ണുപാദം പോകണമെന്നാണ് നമ്മളുടെ വിശ്വാസം. പക്ഷെ അങ്ങനെ ആണോ എന്നുള്ളത് ഇപ്പോൾ സംശയമാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ പോയത് കൊണ്ട് മാത്രം നമുക്ക് ഭക്തി വരുമോ? ഇല്ല. വിഗ്രഹം തരണം, അത് വേറൊരു ചിന്തയാണ്. വിശേഷാൽ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. നമുക്ക് പറഞ്ഞു തരികയാണ്, മനുഷ്യ നിങ്ങൾ വിശ്വസിക്കണം, ഇങ്ങനെ ഒരു ശക്തി ഉണ്ട്. ആ ശക്തിനെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞങ്ങൾ ഇതാ കാണിച്ചു തരുന്നു. ഈ വിഗ്രഹത്തിന്റെ രൂപത്തില് വിഗ്രഹത്തിനും അതീതമായിട്ടുള്ള ആളാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് അരൂപിയാണ്, വിഗ്രഹവും വേണ്ട. അങ്ങനെ ഒന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വിഗ്രഹം തന്നു. ഇതൊക്കെ ഭക്തിയുടെ മാർഗമാണെങ്കിലും ഇത് നമ്മൾ ആചരിക്കേണ്ട ധർമ്മമാണ്. ഇത് നമ്മളുടെ പൂർവികര് ആചരിച്ചു വന്നതുകൊണ്ട്, ചെയ്തു വന്നതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റണേ അല്ലേ. ഇങ്ങനെ ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാനും കേൾക്കാനും ചിന്തിക്കാനും സാധിക്കണം. ഇത് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്താലേ അടുത്ത കാലഘട്ടത്തിലുള്ളവർക്കും അത് ചെയ്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ആചരിക്കേണ്ട കാര്യമാണ്, ധർമ്മമാണ്. അത് മാത്രമല്ല ഭക്തി എന്ന് പറയാനാണ് അത് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഈശ്വരനുണ്ട്, ഈശ്വരനിലേക്കുള്ള മാർഗങ്ങളുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റണത്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യണു. ഞാൻ എന്നും അമ്പലത്തിൽ പോകുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളോട് സഹകരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ നാമം ചൊല്ലുന്നുണ്ട് എന്ന്. അടുത്ത പടിയുണ്ട്. നമ്മളോട് ആരെങ്കിലും ഇതിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്, ഒന്നും വേണ്ട. ഇപ്പൊ രാമായണത്തിന്റെ കാര്യം തന്നെ എടുക്കുകയാണ്, അതിലേതെങ്കിലും ഒരു തത്വം എടുത്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ നാരദ ഭക്തി സൂത്രത്തിനെ പറ്റിയിട്ട് നമ്മൾ അറിയാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇല്ല അല്ലേ. വേറൊരു ചോദ്യം നമുക്ക് ഇപ്പൊ സമകാലീനമായി കേട്ടുപരിചയമുള്ള ഒരു ചോദ്യമാണ്, ഈശ്വരൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങള്, ഗണപതി മിത്താണ് എന്നുള്ളൊരു പരാമർശം നമ്മൾ കേട്ടിട്ടുണ്ട്. ഗണപതി മിത്തല്ല എന്ന് നമുക്ക് തിരിച്ചു പറയാൻ എളുപ്പമാണ്. ഇതിന് എന്തെങ്കിലും ഒരു സാധൂകരണം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നും അമ്പലത്തിൽ പോകുമ്പോൾ ഗണപതി അവിടെ ഉണ്ട്, ഭഗവാനെ ഞാൻ തൊഴുന്നുണ്ട്, അതുകൊണ്ട് ഗണപതി മിത്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധൂകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിനെല്ലാമുള്ള സാധൂകരണവും തത്വവും നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങളിൽ ഇവിടെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? പാരായണമാണ് ആദ്യത്തെ പടി. രണ്ടാമത്തെ പടി പഠിക്കലാണ്. വായന മാത്രമല്ല, പഠിക്കലാണ് അല്ലെ. ഗുരുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഒരു പക്ഷേ നമുക്ക് പഠിപ്പിക്കാൻ ആളെ കിട്ടിയെന്ന് വരില്ല. അവിടെയാണ് ഈ ഗുരു എന്നുള്ള സങ്കല്പത്തിലുള്ള ചർച്ചകൾ വരിക. ഗുരുവിനെ കിട്ടിയില്ലേ? വേണ്ട, ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് മലയാളത്തിൽ ലഭ്യമാണ്.
അപ്പൊ നമ്മൾ അത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഇതിന് ഇങ്ങനെ കുറെ ഡെഫിനേഷൻസ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് സാധൂകരിച്ച് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളത്. അതിനെയാണ് ജ്ഞാനം എന്ന് പറയാ. ഈ മുക്തിക്കുള്ള വഴിയാണ് ജ്ഞാനം, അതിൽ നിന്നാണ് ആത്മജ്ഞാനം നേടുക എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇത് രാമായണത്തിൽ നമുക്കൊന്ന് നോക്കാം. ജ്ഞാനം നേടുന്നതിനെ കുറിച്ചിട്ട് രാമായണത്തിൽ ഏത് പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഇത്രയോ ഉപദേശങ്ങളുണ്ട്. എല്ലാവരും രാമായണം പാരായണം ചെയ്യുന്നവരാണ്. ലക്ഷ്മണനും ഹനുമാനും ഇനി തിരിച്ച് വസിഷ്ഠനും ഒക്കെ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതൊരു തരത്തിലുള്ള ജ്ഞാനം കൊടുക്കലാണ്, ആ ഗുരുമുഖത്ത് നിന്ന് കൊടുക്കലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മൾ വായിക്കുന്നതിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുള്ളൂ. എന്നാൽ മാത്രമേ ഗുരുജനങ്ങളെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അവിടെയാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? വിവേകം ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്, പല കർമ്മ മേഖലയിൽ ശോഭിക്കുന്നവരാണ്. അത് മാത്രം മതിയോ വിവേകം എന്ന് പറയുന്നത്? ആത്മീയമായിട്ടുള്ള, നമ്മൾ അമ്പലത്തിൽ വരുന്നതിനല്ലേ ആത്മീയത എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഈ ആധ്യാത്മിക ചിന്ത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ സമയം ഇവിടെ വന്നിരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിലൊരു വിവേകമുണ്ട് എന്നാണ് പറയുന്നത്. ആ വിവേകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത്. പക്ഷെ ഒരു കാലഘട്ടത്തിലുള്ളവരൊക്കെ ചിന്തിച്ചത് എല്ലാം കഴിഞ്ഞ് റിട്ടയർമെന്റ് ലൈഫൊക്കെ നമുക്ക് ആസ്വദിക്കാൻ അമ്പലത്തിലൊക്കെ പോവാം, അമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു ഭാഗമാവാം, ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ, ഇനി അങ്ങോട്ട് പോകാനല്ലേ ഉള്ളൂ എന്നാ. അപ്പൊ ഇത്ര കാലം നമ്മൾ ഇതൊന്നും പഠിക്കാണ്ടാണ് നമ്മൾ ഈ 60ാമത്തെ വയസ്സിലേക്ക് കടന്നിരുന്നത് എന്ന് ആരും ചിന്തിച്ചില്ല ഒരു കാലഘട്ടം. ആ കാലഘട്ടം അത് അവർ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇന്ന് സംസ്കാരത്തിനെ കുറിച്ചും നമ്മളുടെ നാടിനെ കുറിച്ചും ഒക്കെ നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഇനി അങ്ങനെ ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ ഇനി വരുന്ന തലമുറ, ഈ തലമുറയിലുള്ളവരാണ് എല്ലാവരും. ഗുരുജനങ്ങളായിട്ടുള്ളവരുണ്ട്, ചെറുപ്പം കുട്ടികളുണ്ട്, എൻ്റെ പ്രായത്തിലുള്ളവരുണ്ട്. എല്ലാവരും ജീവിതത്തിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെ, വിവിധ ആശ്രമങ്ങളുണ്ട്. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് പഠിച്ച് ഇതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട സാധനങ്ങളാ. അല്ലാണ്ട് സന്യാസിമാർക്കും വാനപ്രസ്ഥം പോകുന്നവർക്കും ഉള്ളതല്ലാട്ടോ ഇതൊന്നും. അത് ആദ്യം മനസ്സിലാക്കണം. എന്നോടും ചോദിച്ചിട്ടുള്ള ചോദ്യം ആയണ്ടാ ഞാൻ ഈ പറയണേ. ഈ പ്രായത്തിലൊക്കെ ഈ ഭാഗവതം പിടിച്ച് നടക്കാൻ എന്നാണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത് മനസ്സിലാക്കിയാലല്ലേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ഞാൻ 70ാമത്തെ വയസ്സിൽ ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ എനിക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിനെ ഞാൻ നേരിടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇത് അറിയണ്ടേ എന്നുള്ളതാണ്. അപ്പൊ ഈ വിവേക ബുദ്ധി രാമായണത്തിൽ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. ആദ്യത്തെ വിഷയം എടുക്കാം, രാവണനെ എടുക്കാം. ഞാൻ രാമനെയും ലക്ഷ്മണനെയും ഒക്കെ അവിടെ വെച്ചു. കാരണം എല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള പറയുന്ന വ്യക്തികളാണ് രാമനും ലക്ഷ്മണനും ഒക്കെ. രാവണനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രാവണൻ ഒറ്റയടിക്ക് ദുഷ്ട കഥാപാത്രമാണ്, അല്ലെ. നമ്മള് രാമായണത്തിൽ ഒരു നല്ല പക്ഷവും ചീത്ത പക്ഷവും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഈ പറയാനുള്ളൊരു സുഖത്തിന് വേണ്ടിയിട്ട് നല്ല പക്ഷത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പുറത്ത് സുന്ദരകാണ്ഡത്തിന്റെ ഇപ്പുറത്ത് ലങ്ക എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു രാജ്യവും ആ രാജ്യത്തിന്റെ രാജാവായിട്ടുള്ള രാവണനും ഇരിക്കുന്നുണ്ട്. ഈ രാവണനെ ദുഷ്ട കഥാപാത്രമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ജ്ഞാനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവേകം വേണം. അതിന് നമ്മൾ രാമായണം വായിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ പഠിക്കാനും അതിനെക്കുറിച്ച് എത്രയോ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും സാധിക്കണം. ഈ രാവണനെ നമ്മൾ ദുഷ്ടനാന്ന് പറയുമ്പോൾ രാവണന്റെ സ്വത്ത് എന്താ? ഫുൾ കംപ്ലീറ്റ് ആയിട്ട് തിന്മയാണ്. അയാളുടെ ഒരു നന്മ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കാം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ ഇരിക്കണ സാക്ഷാൽ മഹാദേവന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു രാവണൻ. ഈ ഭക്തി ഇത്തിരിയെങ്കിലും ഉള്ളിൽ നന്മ ഇല്ലാത്തവർക്ക് ഭക്തി ഉണ്ടാവുമോ? അപ്പൊ എല്ലാവരും അവനവനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കാൻ സാധിക്കില്ലേ? അപ്പോ തിന്മ മാത്രമല്ല, ആരിലും തിന്മ മാത്രമല്ല, നന്മയുണ്ടാവും. ഈ ഭൂമിയിൽ എന്ത് തന്നെ നടന്നോട്ടെ, അതില് ഒരു കാര്യം മാത്രമായിട്ട് ഉണ്ടാവില്ല, രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പൊ രാവണനിലും എന്തുണ്ട്? ഇത് രണ്ടും ഉണ്ട്. അപ്പൊ രാവണന്റെ ഒരു ഉപദേശമുണ്ട്. ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ രാവണനെ എപ്പോഴും നമ്മൾ അടച്ച് ദുഷ്ട കഥാപാത്രമായിട്ട് എന്നേ പറയാറുള്ളൂ. അങ്ങനെ അല്ല എന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വീണ്ടും രാവണനെ കുറിച്ചിട്ട് പറയാനുള്ള കാര്യം.
രാവണൻ യുദ്ധസന്നാഹത്തിനായിട്ട് ഇറങ്ങി ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവണൻ അപ്പോഴും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ അവസാനേ വരുള്ളൂ എന്ന് പറയും. കാരണം എന്താ, ആ പ്രജാപതിയാണ്. അങ്ങനെ അടുത്ത ആളെ ഇറക്കാൻ പോവാണ്, കുംഭകർണൻ. മൂപ്പര് ഉറക്കത്തിലാണ്. രാമായണത്തിൽ പറയണത് 6 മാസം മുഴുവനാണ് അദ്ദേഹം ഉറങ്ങുക. ഇപ്പൊ പോയിട്ട് ആകെ 9 ദിവസമേ ആയിട്ടുള്ളൂ. എങ്ങനെ ഞാൻ കുംഭകർണനെ ഉണർത്തും എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് കിങ്കരന്മാരെ വിട്ടു എന്നാണ് കുംഭകർണനെ ഉണർത്താൻ. ഈ കുറെ ചിത്രങ്ങളിലൊക്കെ നമുക്ക് ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം, കുംഭകർണൻ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ചെവിയുടെ ഉള്ളിൽ കൂടി മൂക്കിന്റെ ഉള്ളിൽ കൂടി ഒക്കെ ആൾക്കാർ വരുന്നുണ്ടാവും. ഇവര് കയറി പോയിട്ടും കുംഭകർണൻ നീറ്റിട്ടില്ല എന്നാ. അങ്ങനെ പരാക്രമം വെച്ചാൽ അവസാനം കുത്തി എണീപ്പിച്ചപ്പോഴോ മൂപ്പര് ആദ്യം പോയിട്ട് മദ്യസേവയൊക്കെ നടത്തി ആ ഉന്മത്തനായിട്ട് വന്നിട്ട് രാവണനോട് ചോദിച്ചു, എന്താ ഏട്ടാ പ്രശ്നം, അവിടെ നടക്കുന്നൊന്നും അറിയില്ല. അപ്പൊ രാവണൻ പറഞ്ഞു, ഞാൻ എന്നെ ഇപ്പൊ വിളിപ്പിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ്. ലങ്കയ്ക്ക് ആകെ നശിച്ചു തുടങ്ങി. അപ്പോ അതെന്താ, എന്തിപ്പോ പെട്ടെന്ന് ഉണ്ടായത്, ആരാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത്? പറയാണ്ടോ, രാമനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ കുംഭകർണൻ എന്തൊക്കെ ഇങ്ങനെ കേട്ട് നിന്നിട്ട് കുംഭകർണന്റെ ഉപദേശം ആദ്യം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. രാവണനെ ഉപദേശിക്കുന്നുണ്ട് കുംഭകർണൻ പറയേണ്ടത്, ഏട്ടനായോണ്ട് പറയല്ല. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗ്, അമ്മയായോണ്ട് ഞാൻ പറയല്ല എന്ന് പറയും. ഏട്ടനായോണ്ട് പറയല്ല, എന്നോട് ഇനി എന്ത് തോന്നിയാലും വേണ്ടിയില്ല. അന്നീ പറഞ്ഞതല്ലേ എല്ലാവരും സീതേനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട. ഇവിടെ ഇപ്പൊ അതിന്റെ ഒരു കുറവുണ്ടായിരുന്നോ? ലങ്കയ്ക്ക് ഇപ്പൊ സീത മാത്രമാണോ കുറവുണ്ടായിരുന്നത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? രാമൻ എഴുത്തച്ഛന്റെ പ്രത്യേകത അതെ, എല്ലാ സ്ഥലത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് രാമൻ മഹാവിഷ്ണുവാണെന്ന്. വാത്മീകി രാമായണത്തേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തല് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കില്ല. ആ ഗ്രന്ഥം മുഴുവൻ വായിച്ചു മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി അവതരിച്ചു എന്നുള്ളത് ചിന്തിക്കണം. അവിടെയാണ് അധ്യാത്മരാമായണത്തിന്റെ പ്രത്യേകത. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്ര അടുത്താ, അത് എഴുതി നമുക്ക് തന്ന ആള് ഇത്ര അടുത്ത. നമ്മള് നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനിക്കാം എന്നൊക്കെ വെറുതെ ഡയലോഗിൽ ഒതുക്കാനല്ല, ഓരോ വരിയിലും അല്ലേ, എല്ലാവരും വായിക്കുന്നതാണ്. എല്ലാ വരികളിലും ഭഗവാൻ നാരായണൻ അവതരിച്ചു. പിന്നെയും നമുക്ക് ഇങ്ങനെ പറഞ്ഞുതരാം. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറയും, ഞാൻ പിന്നെയും പറഞ്ഞുതരാം, എന്നാലെങ്കിലും അതൊന്നും ഉള്ളിൽ കയറിക്കോട്ടെ എന്ന് നമ്മളോടൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ രാവണനോട് പറയാ കുംഭകർണൻ, ഇങ്ങനെ എല്ലാവരും പറഞ്ഞു തന്നതല്ലേ, അവസാനം അവിടുന്ന് അവരുടെ ഒരു വരവ് ഉണ്ടാവുമെന്ന് അന്ന് കേട്ടില്ലല്ലോ, എന്നിട്ട് ഇപ്പൊ ഇതാണോ ചെയ്യാൻ പോണ, ഇനി പിന്നെയും കൂടെ കൊല്ലാൻ വിടുകയാണോ എന്നുള്ള രീതിയിലാണ് കുംഭകർണൻ ചോദിക്കുന്നത്. അപ്പൊ അത് രാവണന് കൊടുക്കുന്ന ഉപദേശമാണ്. കൊടുക്കണത് ആരാ? രാവണന്റെ അനിയനായിട്ടുള്ള രാക്ഷസനായിട്ടുള്ള കുംഭകർണൻ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. തിരിച്ച് ഇത് പറഞ്ഞ അവസരത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും അവസരോചിതമായിട്ട് പെരുമാറിയില്ല എന്ന് പറയും. യുദ്ധസന്നാഹത്തിൽ എല്ലാവരും ഇപ്പൊ ഇവിടെ പ്രളയം നടക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളം കയറി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരും വിളിച്ചു കൂട്ടി ഇവിടെ ഇരുത്തിയിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ വേണം കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തത്വജ്ഞാനം ചെയ്തുകൊണ്ട് കാര്യമില്ല അല്ലെ. നമ്മൾ അവിടെ പ്രസക്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഇവിടുന്ന് മാറ്റി പാർപ്പിക്കണമെങ്കിൽ അത് ചെയ്യണം. അല്ലാണ്ട് ഞാൻ ആ സമയത്ത് ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ മുന്നിൽ കഥാപ്രസംഗം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കും. അപ്പൊ അതേപോലെ ഇതാണ് തിരിച്ച് രാവണൻ കുംഭകർണനോട് പറഞ്ഞത്. നിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വിളിച്ചത് ഇത്രയും വളരെ എമർജൻസി ആയിട്ടുള്ളൊരു സംഭവത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാ. അപ്പൊ നീ ഇന്നോട് നടന്നിട്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണോ ചെയ്യേണ്ടത്? സമയത്തിനനുസരിച്ച് പെരുമാറാൻ നീ ആദ്യം പഠിക്കണം. അപ്പൊ ആരാ അവിടെ ഉപദേശിക്കണത് നോക്കൂ, രാവണൻ കുംഭകർണനെ ഉപദേശിച്ചു കൊടുക്കുക. ആ ഉപദേശിച്ചു കൊടുക്കുന്നത് കുംഭകർണന് മാത്രമാണോ? നമുക്കും അല്ലേ. ചില സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. ചില സമയത്ത് നമുക്ക് വാക്കുകൊണ്ട് വേണ്ടി വരും, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് വേണ്ടി വരും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു കഥാപാത്രത്തിനെ, അത് രാമായണത്തില് പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു കഥാപാത്രത്തിനെയും നമുക്ക് പൂർണ്ണമായിട്ടും ദോഷമാണെന്നോ പൂർണ്ണമായിട്ടും നല്ലവനാണെന്നോ പറയാൻ സാധിക്കില്ല. ഇത് തീർത്തും തെറ്റിദ്ധാരണയാണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ ഇരിക്കുന്ന മഹാദേവൻ തന്നെയാണ്. ഈ ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പൂർണ്ണം എന്ന് പറയുന്ന ഒരു സങ്കല്പം അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അവിടെ പാർവതിയും പരമേശ്വരനും ചേർന്ന് നമ്മളെ മുന്നിൽ, അമ്മയും അച്ഛനും കൂടെ ചേർന്നിട്ടാണ് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ നമ്മളുടെ കൂടെ ഓരോരുത്തരും ചേരുമ്പോഴല്ലേ നമ്മൾ പൂർണ്ണരാവുന്നുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ ആരെയും ആശ്രയിക്കില്ല എന്ന് പറഞ്ഞാലും
അറ്റ്ലീസ്റ്റ് നമ്മൾ ഭഗവാനെങ്കിലും ആശ്രയിക്കുന്നില്ലേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക ഞാൻ പൂർണ്ണനാണെന്ന്? നമുക്ക് ആരെയും പറയാൻ പറ്റില്ല, സന്യാസിമാരെ പറയാൻ പറ്റില്ല, ആരും പൂർണ്ണരല്ല. കാരണം അവരെല്ലാം അമ്മയുടെ യോനിയിൽ നിന്ന് ജനിച്ചു വീണവരാണ്. ഭഗവാൻ അങ്ങനെയല്ല, അല്ലെ? ആ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ തത്വം നമ്മൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മനുഷ്യനായി ജനിച്ചവരിൽ എല്ലാവരും ഈ വികാരങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ വേറെ ഒന്നുണ്ട് ഗുരുജനങ്ങളെ, നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇതിന് വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കാനാണെങ്കിൽ നമുക്ക് സാധിക്കില്ല. അവിടെയാണ് ചിന്മയാനന്ദ സ്വാമികളുടെ ഒരു കഥയുണ്ട്. അദ്ദേഹം കുട്ടികളെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട്, ചിന്മയ മിഷന്റെ വർക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ 2 കുട്ടികളെ ഏൽപ്പിച്ചിരുന്നത് ഇവരിങ്ങനെ നമ്മൾ പറയുന്ന പോലെ ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിന്മയാനന്ദ സ്വാമികൾ ചോദിച്ചു, നിങ്ങൾ ഇത് ചെയ്തു എന്ന് വെച്ചപ്പോൾ, അയ്യോ സ്വാമി ഇന്ന് വരുമെന്ന് ചിന്തിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വരില്ലേ എന്നുള്ളതല്ല, നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. അവരെ കണ്ണ് പൊട്ടണ ചീത്ത പറഞ്ഞു എന്നാ. സ്വാമികളാട്ടോ, ചിന്മയാനന്ദ സ്വാമികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലേ? അത്രയും ജ്ഞാനത്തിനുടമയായിട്ടുള്ള വ്യക്തിയാണ് ചിന്മയാനന്ദ സ്വാമികൾ. അദ്ദേഹം കണ്ണ് പൊട്ടണ ചീത്ത പറഞ്ഞപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ ഇങ്ങനെ നിന്നു. നമ്മൾ ചില ആൾക്കാരെ പറ്റിയിട്ട് വിചാരിക്കും അവരൊരു പാവാട്ടോ, അവരൊന്നും പറയില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അവർ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടും. അതേപോലെ ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് ഒരു കേവല മനുഷ്യനല്ല, ഒരു സാധു സന്യാസിയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചീത്ത പറഞ്ഞിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. അവൾ ഇതൊക്കെ കണ്ടു നിൽക്കുക. അവളിത് കണ്ടപ്പോൾ സൂപ്പർ പെർഫോമൻസ് ഗുരുജി എന്ന് പറഞ്ഞിട്ട് ഗുരുജിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഗുരുജീനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു. അപ്പൊ ഈ കുട്ടിക്ക് കുറെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഗുരുജി. അപ്പൊ ഗുരുജി അങ്ങനെ എന്തോ ഒന്നാണ് ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അവള് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചപ്പോ ഗുരുജി ഞാൻ ഇങ്ങനെ നിൽക്കുക എന്നല്ല പറഞ്ഞത്, അവളെ ചേർത്തെടുത്തിട്ട് അവളുടെ എന്തായിരുന്നു എക്സ്പ്രഷൻ, ആ സന്തോഷത്തിലേക്ക് ഗുരുജി വന്നു എന്നാ. തിരിച്ച് ഈ കുട്ടീനെ പറഞ്ഞു വിട്ടപ്പോ തിരിഞ്ഞ് ഇവരുടെ അടുത്ത് വീണ്ടും നല്ലോണം ഫയർ ചെയ്തു എന്നാണ്. ഇത് ഉണ്ടായ കഥയാട്ടോ. അപ്പോ അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മഹർഷിമാരും ഋഷിമാരും ഒന്നും ദേഷ്യപ്പെടില്ല എന്ന് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യത്തിൽ പറയേണ്ടത് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഗുണ്ടൂസ് എന്ന് പറയുന്നുണ്ട് ഗുഡ് നൈറ്റിന്റെ പരസ്യത്തിൽ. അപ്പൊ അതേപോലെ അവരെയൊക്കെ നമ്മൾ ചെറുതായി കാണുന്നതിന് തുല്യാണ്. ഇവരൊന്നും ഒരിക്കലും ദേഷ്യപ്പെടില്ല, ഇവരെപ്പോഴും ഇങ്ങനെ ശാന്തത്തിൽ മാത്രം ഇരിക്കുന്നവരാണ്. ഇത് മനസ്സിലാക്കിയാലേ നമ്മൾ ഈ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ ദുർവാസാവും വിശ്വാമിത്രനും തുടങ്ങിയിട്ട് ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കണ കുറെ ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണ് അവര് ദേഷ്യപ്പെടുന്നത്? അവര് 24 മണിക്കൂറും രാമായണത്തിലും മഹാഭാരതത്തിലും ഒന്നും ദേഷ്യപ്പെട്ട് നടക്കണവരല്ല, തപസ് അനുഷ്ഠിച്ച്. പക്ഷെ നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ ധർമ്മം ആചരിക്കാതിരിക്കുന്ന സമയത്ത് അവര് ദേഷ്യപ്പെടും. ഇപ്പോ കേൾക്കാറുള്ള വിമർശന, നിങ്ങൾ ഭയങ്കര സംസ്കാരത്തിന്റെ ഭാഗമാണ്, ധർമ്മത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഋഷീശ്വരന്മാരൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ അതിന്നിപ്പോ നിങ്ങൾ എന്താ ഇപ്പൊ പറയാൻ ഉദ്ദേശിച്ചിരിക്കണേ? ഒന്നും വേണ്ട, രാമായണത്തിലില്ലേ പരശുരാമൻ കയറി വരുന്നുണ്ട് സീതാ സ്വയംവരത്തിന്റെ സമയത്ത്, അല്ലെ? ആരാണ് ഇവിടെ എന്നെക്കാ വലിയൊരു രാമൻ എന്ന് ചോദിച്ചിട്ടാ വരുന്നത്. കഥകളിയുടെ ആദ്യത്തെ രൂപമായിട്ടുള്ള രാമനാട്ടത്തില് ഇങ്ങനെ പരശുരാമൻ കയറി വന്നിട്ട് ദശരഥനെ ഫയർ ചെയ്തു എന്നാ. രാമനെ അല്ല, നിങ്ങളെ മകനല്ലേ, അപ്പൊ എനിക്ക് നിങ്ങളായിട്ടാണ് ഇനി സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് ദശരഥന് ഫയർ ചെയ്ത് നിൽക്കുമ്പോൾ ദശരഥൻ ഭയങ്കര പാവാട്ടോ, ധർമ്മം അനുഷ്ഠിക്കുന്ന രാജാവ് തന്നെയാണ്. പക്ഷെ ദശരഥൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് രാമായണത്തിൽ. അത് പറയാം. ദശരഥനെ ഫയർ ചെയ്തപ്പോ രാമൻ കയറി വന്നിട്ട് ഒറ്റ ചോദ്യം ചോദിച്ചു എന്നാ, എന്തിനാണ് ഈ എന്താ പറയാ ഇങ്ങനെ എന്റെ അച്ഛനെ ഫയർ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ പരശുരാമൻ പറഞ്ഞു, താടകേനൊക്കെ വധിച്ചിട്ടാ നീ ഇവിടെ വന്ന് നിൽക്കണേ, അല്ലേ? നീ ഇത്രയ്ക്ക് ധർമ്മം ആചരിക്കുന്ന ആളാച്ചാ അങ്ങനെ ഒരു പാവപ്പെട്ട സ്ത്രീനെ നീ ഇങ്ങനെ വധിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോ രാമൻ തിരിച്ചു ചോദിച്ചു, ഇത്രേ മഹാ തപസ്വിയായിട്ടുള്ള അങ്ങ് ചിന്തിക്കണം, അതെന്റെ അമ്മയല്ല എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ നമ്മളിത് കേൾക്കുമ്പോ ആദ്യം ചിന്തിക്കുക അതിന്റെ അമ്മയല്ല, അപ്പൊ ആ അമ്മ അല്ലാത്തവരെയൊക്കെ വധിക്കാം എന്നാണോ? അല്ല. പരശുരാമന്റെ പിന്നോട്ട് പോകുമ്പോ അങ്ങനെ ഒരു കഥയുണ്ട്, സ്വന്തം മാതാവിനെ വധിച്ചവരാണ് എന്നുള്ളൊരു കഥയുണ്ട്. അപ്പോ പരശുരാമന്റെ മുഖത്ത് നോക്കിയിട്ട് രാമൻ ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്ന് ചോദിച്ചു എന്നാ, അത് എന്റെ അമ്മയല്ല, അങ്ങ് അതെങ്കിലും ചിന്തിച്ചോ? ഞാൻ താടകയെയാണ് വധിച്ചത്. താടകയെ വധിക്കാന് വിശ്വാമിത്രൻ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രാമൻ മടിക്കുന്നുണ്ട് കേട്ടോ, താടകയാണത്, അവരെ വധിക്കണം എന്ന് പറയുമ്പോൾ
വിശ്വാമിത്രൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ധൈര്യമായിട്ട് അവളെ വധിക്കണം. കാരണം മനുഷ്യൻ സ്ത്രീ ആയാലും പുരുഷനായാലും ശല്യമായി തീർന്നാൽ, മനുഷ്യന് ബുദ്ധിമുട്ടായി തീർന്നാൽ, തിന്മ പൂർണ്ണമായി ആയിത്തീർന്നാൽ വധിക്കുന്ന വേണം. അത് എന്റെ ധർമ്മമാണ്. രാമനെ വാൽമീകി രാമായണത്തില് പൂർണ്ണനായ ക്ഷത്രിയനായിട്ടാണ് കാണിക്കുന്നത്. അവിടെ മഹാവിഷ്ണുവിന്റെ അവതാരം മാത്രമായിട്ടല്ല, ക്ഷത്രിയ ധർമ്മം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇത്ര വർഷം മുന്നേ എന്തുകൊണ്ട് മഹർഷി അങ്ങനെ ഒരു കഥ എഴുതി നമുക്ക് തന്നു? ഇവിടെ രാജഭരണമായിരുന്നു, ഇവിടെ ജനാധിപത്യമൊന്നും ആയിരുന്നില്ല അല്ലെ? ഇപ്പോഴാണ് നമുക്ക് എലക്ഷനും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അങ്ങനെയുള്ള നമ്മളുടെ എല്ലാ രീതികളും മാറിപ്പോയത്. ഇവിടെ രാജഭരണം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ക്ഷത്രിയ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് വാൽമീകി രാമായണത്തിൽ രാമനെ ഇത്തരത്തില് അവതരിപ്പിക്കുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ കാണുന്ന ഇവിടെ രാജഭരണമല്ല, ജനാധിപത്യ ഭരണമാണ്. ആ ഭരണത്തില് രാജ്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണോ നമ്മളുടെ മുന്നിലുള്ളവര് എന്ന് ചിന്തിക്കണം. ഞാൻ കക്ഷി രാഷ്ട്രീയത്തിനല്ല കേട്ടോ പറയണേ. ഈ രാജ്യത്തിനെ ഭരിക്കുന്നവർ, അത് ഏത് നിലയിലുള്ളവരായിക്കോട്ടെ, ധർമ്മം മാത്രം ആചരിച്ച് സ്വന്തം കുടുംബത്തിനെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ പ്രവർത്തിക്കുന്നവരാണോ? നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഉൾക്കൊള്ളാൻ. ഈ വാൽമീകി എഴുതി വെച്ച കാലത്ത് നിന്ന് നമ്മൾ കുറെ ഇങ്ങോട്ട് മുന്നിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴും ചിന്തിക്കണം, മഹാബലീനെ പോലുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു, അവരൊക്കെ ധർമ്മം ആചരിച്ചിരുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ മഹർഷി ഇത്രയും വലിയ ധർമ്മോത്തമനായിട്ടുള്ള രാമനെ. എന്ത് മര്യാദാ പുരുഷോത്തമനാണ്! രാജാവ് എന്നുള്ള നിലയ്ക്ക് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള രാമനെയാണ് നമുക്ക് വാൽമീകി രാമായണത്തിൽ തന്നിരിക്കുന്നത്. അപ്പോ ആ വിവേക ബുദ്ധി, രാമനിൽ പൂർണ്ണമായിട്ട് നന്മയും അല്ലെങ്കിൽ രാവണനിൽ പൂർണ്ണമായിട്ട് തിന്മയും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ വിവേക ബുദ്ധി വീണ്ടും ഉണ്ട് കേട്ടോ, ഇത് തീരുന്നില്ല. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് ഈ രീതിയിൽ വീക്ഷിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്, ആ ജ്ഞാനം ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന്. വിവേക ബുദ്ധി ഇല്ലാത്ത രണ്ടാൾക്കാരെയും കൂടെ ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന്, നേരത്തെ പറഞ്ഞ ദശരഥനാണ് കേട്ടോ. ഞാൻ ഇത്രയും വലിയൊരു രാജാവിനെ, ആ രാമന്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള രാജാവിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല, അതിന്ന് നമുക്ക് പഠിക്കണം എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അത്യുത്സാഹത്തില് യുദ്ധം ജയിച്ചു വന്നു, ഭാര്യയ്ക്ക് എന്തും ചോദിച്ചാൽ കൊടുക്കും എന്നുള്ള അവസ്ഥയിൽ നിന്നിട്ടാണ് കൈകേയിക്ക് 2 വരം കൊടുത്തത്. അത് ചില ആചാര്യന്മാര് പറയും, ഒരു വിരലുകൊണ്ട് താങ്ങിയിട്ട് രഥം സഹായിച്ചിട്ടല്ലേ ഉള്ളൂ, അതിന് 1 വരം കൊടുത്താൽ പോരായിരുന്നില്ലേ, എന്തിനാ 2 വരം? അപ്പൊ പറയുന്നത് എന്താ, നിനക്ക് ഞാൻ എന്തു തരും. അവിടെ ദശരഥൻ രാജാവ് അല്ലാതെ വീണ്ടും വരുന്നു. രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കണം എന്നുള്ള ആ സംഭാഷണം വരുന്നതിന് മുന്നേ ദശരഥൻ ഓടി വന്നിട്ട് കൈകേയിനോട് പറയണ ഭാഗമുണ്ട്, നീ എന്തും പറഞ്ഞോളൂ, ഞാൻ എന്തും ചെയ്യാം. ഒന്നും ചെയ്യാത്തവനെ കൊല്ലണോ? കൊല്ലാം. ചെയ്തവനെ വെറുതെ വിടണോ? വിടാം. ഇതാണോ രാജധർമ്മം? ഇത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ടോ. ഇതാണോ ശരിക്കുമുള്ള ഭരണകർത്താവ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ദശരഥന് വീഴ്ച വന്നു ധർമ്മത്തില്, അച്ഛന് തെറ്റുപറ്റി, ശരി. ഇനി ഈ ഇക്ഷ്വാകു വംശത്തിലെ ആരെയും അങ്ങനെ ചൂണ്ടിക്കാട്ടാൻ ഉണ്ടാവരുത് എന്നുള്ളിടത്താണ് രാമൻ സീതയെ ത്യജിക്കുന്നത്. നമ്മൾ ആ പോയിന്റിൽ നിന്നിട്ട് വേണം രാമനെ നോക്കാൻ. ഇതാണോ രാമനീതി എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ രാമന്റെ ധർമ്മത്തിനെ മനസ്സിലാക്കി രാമൻ എന്തുകൊണ്ട് സീതയെ ഉപേക്ഷിക്കുന്നു? അവിടെ രാമൻ തീർത്തും രാജാവാണ്. അച്ഛൻ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഒന്ന് മാറി ചിന്തിച്ചിട്ടുണ്ടാവാം, ഞാൻ അങ്ങനെയല്ല, ഞാൻ രാജാവാണെങ്കിൽ ശരി, ഞാൻ രാജധർമ്മം പാലിക്കുന്നു എന്നുള്ള ഉത്തരമാണ് നമുക്ക് മഹർഷി തരുന്നത്. രണ്ടാമത്തെ അവിവേകി എന്ന് പറയാം. പക്ഷെ ഇവർക്കൊക്കെ ജ്ഞാനം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടല്ലേ ഭഗവാന്റെ ഭാഗമായി വന്നിട്ടെങ്കിലും മോക്ഷം കിട്ടിയത്. നേരത്തെ കീർത്തനം ചൊല്ലിയപ്പോ അജാമിളന്റെ കഥ പറഞ്ഞു അല്ലെ. അജാമിളൻ മകനായിട്ടുള്ള നാരായണനെങ്കിലും നാരായണ എന്ന് വിളിച്ചപ്പോഴേക്കും ഭഗവാൻ എടുത്തുകൊണ്ട് പോയി മോക്ഷം കൊടുത്തു എന്നാ. അപ്പൊ ഒന്ന് വെറുതെയെങ്കിലും നിങ്ങളൊന്ന് എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് തരണ്ടേ, വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഒന്ന് നാമം ചൊല്ലൂ എന്ന് പറയണം ഭഗവാനെ നമുക്ക് അവിടെ കാണാം. അത്തരത്തില് ഭഗവാന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ് മന്ദരം. മന്ദരേനെ നമ്മൾ നാരദന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടാണ് എല്ലാവരും സംസാരിക്കുക അല്ലെ. മന്ദര പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവൾ മന്ദരയുടെ പോലെയാണെന്ന് പറയും. ഈ മന്ദര രാമായണത്തിൽ മാത്രമല്ല കേട്ടോ, കുബ്ജയാണെന്നാ പറയാ. കൂനുള്ള സ്ത്രീയാണ്.
3 വക്രതകളുള്ള സ്ത്രീയാണെന്ന് പറയും. അത് രാമായണത്തിൽ അവസാനിക്കുന്നില്ല. മഹാഭാരതത്തിൽ അല്ലെങ്കിൽ ഭാഗവതത്തില് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഈ വ്യക്തിയെ. ഓർക്കാൻ പറ്റുമോ? ഭാഗവതം വായിക്കുന്നവരും കേൾക്കുന്നവരും ആയിരിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയുണ്ട് ഒരു കുബ്ജ. ആ കുബ്ജ പക്ഷെ ഇത്ര ദുഷ്ടയാണെന്ന് പറയുന്നില്ല. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് അന്നത്തെ കോൺസെപ്റ്റിലുള്ള സുന്ദരിയായ സ്ത്രീയാക്കി, അതായത് വളവുകളൊന്നും ഇല്ലാത്ത ആരോഗ്യവതിയായിട്ടുള്ള സ്ത്രീയാക്കി മാറ്റുന്ന ഒരു കുബ്ജയുണ്ട് ഭാഗവതത്തില്. അതെ. അപ്പൊ ആ കുബ്ജ നമുക്ക് രാമായണത്തിലും കാണാൻ പറ്റും. പക്ഷെ രാമായണത്തിലെ കുബ്ജയുടെ പ്രവൃത്തി എന്താന്നുള്ളത് ചിന്തിക്കണം അല്ലെ? 3 വളവുകളാ. നമ്മളുടെ ഈ ഭാരതീയ സംസ്കാരം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. കാരണം അതിൽ ഈ 3 എന്ന് പറയുന്ന വാക്കിന് അല്ലെങ്കിൽ നമ്പറിനൊക്കെ ഭയങ്കര പ്രത്യേകത ഉണ്ട്, അല്ലെങ്കിൽ പ്രസക്തി ഉണ്ട്. നമ്മൾ ചിലപ്പോൾ പറയൂലേ ചില നമ്പർ വരുമ്പോൾ അത് കാലന്റെ നമ്പറാണ്. നമ്മളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കാലന്റെ നമ്പർ ഇതാണെന്ന്. പക്ഷെ എന്നാലും ഈ 3 എന്നുള്ള നമ്പറിന്റെ പ്രത്യേകത ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 3 ഗുണങ്ങളാണ്, വേറെ ഒന്നും അവിടെ ചിന്തിക്കാനില്ല. 3 ഗുണം, ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി തള്ളുന്ന മന്ത്രയ്ക്ക് ആ ഗുണങ്ങൾ ഇല്ല എന്ന് കാണിക്കാന് ഋഷീശ്വരനായിട്ടുള്ള വാത്മീകി ചെയ്തിരിക്കണം. നോക്കൂ അവരുടെ കഥാപാത്രത്തിന് 3 വളവുകളുള്ള സത്വം, രജസ്, തമോ ഗുണം. ഈ 3ഉം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവും. പക്ഷെ ഇതിൽ ഏത് ഇപ്പത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഡോമിനന്റ് ആയിട്ട് ഏറ്റവും കയറി നിൽക്കണം എന്നുള്ളത് ചിന്തിക്കണം. അത് നമ്മൾ തന്നെ നമ്മളെ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരണം. ഗുരുനാഥന്റെ അടുത്ത്, ഗുരുനാഥൻ ഭാഗവതമൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ പാരായണം ചെയ്യണ സമയത്തും പ്രഭാഷണം ചെയ്യണ സമയത്തൊക്കെ ഗുരുനാഥൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഒന്നും വേണ്ട, ഭക്ഷണം ഉച്ചത്തെ ചോറിന്റെ കാര്യം ആലോചിച്ചിട്ടെങ്കിലും 10 ആൾക്കാർ വരുമല്ലോ, അവരെയും ഭഗവാൻ അനുഗ്രഹിക്കൂടോ. കാരണം അവര് ഭഗവാന്റെ നാമം ചൊല്ലണം എന്നൊന്നുമില്ല. അവിടെ സപ്താഹം ഉണ്ട് എന്ന് പറയുമ്പോഴെങ്കിലും ഒന്നും ആലോചിക്കില്ലേ, അവിടെ ഭാഗവത സപ്താഹം ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ അവരെയും ഈശ്വരൻ അനുഗ്രഹിക്കണു. അതിനെ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, സത്വഗുണ ഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഭക്തി ഒന്നേ ഉള്ളൂവെങ്കിലും നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പല തലത്തിലുള്ള ഭക്തി ഉണ്ട്. അപ്പൊ ആരെന്ത് പ്രവർത്തിച്ചാലും അതിലൊക്കെ ഈശ്വര നന്മയുണ്ടെങ്കിൽ അത് ഭക്തിയാണെന്നാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വിവേകം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഉള്ളിലുള്ള ജ്ഞാനം ഈശ്വരൻ ഉണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ്. രാവണനിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു കുഞ്ഞു കഥയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് കടക്കാം. ഈ രാവണൻ സാക്ഷാൽ മഹാദേവനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കഥയുണ്ട്. അതും നമുക്ക് കാണാൻ പറ്റുന്നത് കഥകളിയിൽ അവർ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. എനിക്ക് കഥകളി ഇഷ്ടമായോണ്ടാണ് ഞാൻ അങ്ങനെ ഉദാഹരണം പറഞ്ഞത്. രാവണൻ കൈലാസ പർവ്വതം ഉദ്ധരിക്കുന്ന ഒരു ഇതുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? തപസ് ചെയ്ത് ആ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം കൈലാസം എടുത്തിട്ട് ഇളക്കുക, അതിന് മുകളിൽ ഇരിക്കണം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോ അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം എന്താ വെച്ചാൽ, പാർവതി ദേവീനെ ഭഗവാൻ പറഞ്ഞയക്കുകയാണ്. നിനക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, ഒന്ന് പോയി കുളിച്ചിട്ട് വരൂ. അത് നമ്മളോട് ചിലപ്പോൾ ചിലരൊക്കെ പറയൂലേ, എന്താ ഇത്ര മൂടിയായിട്ടിരിക്കണം, ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയണത്, ചിലവരുടെ അമിത സ്നേഹം കണ്ടാൽ നമ്മൾ പേടിക്കണം, എന്തോ അതിൽ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കും. അതേപോലെ ഭഗവാൻ അന്ന് ഭഗവതിയെ പറഞ്ഞയച്ചു എന്നാണ്, പോയിട്ട് കുളിച്ചിട്ട് വരൂ, അവയും പോയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഭഗവതിയാണ് കേട്ടോ, സാക്ഷാൽ ശക്തിയാണെന്ന് നമ്മൾ ഈ കഥകളിലൂടെ മനുഷ്യർക്ക് കൃത്യമായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കഥകൾ ഉള്ളത്. എല്ലാം ഒന്നാണെങ്കിലും അങ്ങനെ ഭഗവതി പോയപ്പോൾ ഭഗവതിക്ക് ഇങ്ങനെ സംശയം തോന്നി, എന്തപ്പോ എന്നോട് ഇത്ര സ്നേഹം തോന്നി, ഇങ്ങനെ ഞാൻ കാണാറില്ലല്ലോ. അങ്ങനെ ഭഗവതി പോയി, അടുത്ത ആള് ഇറങ്ങി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അല്ലെ നമ്മൾ പുരാണത്തില്. ആ ഗംഗ എന്ന് പറയുന്ന ആളെ മടിയിലിരുത്തി. അവർക്കും ന്യായല്ലേ, എന്നെ ഒന്ന് ഇതിന്റെ മുകളിൽ നിന്ന് ഇറക്കിയിട്ട് കുറച്ചു നേരം സംസാരിച്ചൂടെ എന്ന് ഭഗവാനോട് ചോദിക്കാറുണ്ട് ഇത്ര ഗംഗ. അപ്പൊ ഗംഗ അങ്ങനെ ഇറക്കി മടിയിലിരുത്തുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്നിട്ട് ആര് വന്നു? പാർവതി വന്നു. പാർവതിക്ക് എവിടെയോ ഒരു സംശയം തോന്നിയതാണ്, ഇതിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാർവതി വന്നപ്പോ ഭഗവാൻ വേഗം എടുത്തിട്ട് ഇങ്ങനെ കെട്ടണത് കണ്ടപ്പോ തന്നെ ഭഗവതിക്ക് മനസ്സിലായി ഇതിന്റെ ഉള്ളില് ആരാ ഉള്ളത് എന്ന് അറിയാലോ. അപ്പോ ഞാൻ പോവാണ്, ഇനി അച്ഛനും മക്കളും എന്തായി, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ എനിക്ക് നല്ല ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർവതി പോവാൻ നിൽക്കുമ്പോഴാണ് ഇത്ര രാവണൻ വന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. ഇങ്ങനെ 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 ഇളക്കിയപ്പോൾ ഭഗവതി പേടിച്ചു എന്നാ. അപ്പോൾ നമുക്ക് ഏറ്റവും ആരെയാണോ ആശ്രയം ഉള്ളത് അവരെ പോയിട്ട് നമ്മൾ പിടിക്കൂലേ. ചെറിയ കുട്ടികളാണെങ്കിൽ അമ്മയെ പോയി പിടിക്കും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ ഭർത്താവിനെ പോയി
ചേർത്ത് പിടിച്ചു. അയ്യോ എന്നെ രക്ഷിക്കണേ, എന്താ ഇവിടെ സംഭവിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്നാണ്. അപ്പോ ഭഗവാൻ ചിന്തിച്ചു, ഹാവു ഇത് ആരപ്പോ ഈ താഴേന്ന് ഇളക്കിയത്, അവൻ എന്തായാലും എല്ലാ നന്മയും വരട്ടെ എന്ന് പറഞ്ഞിട്ട് രാവണനെ അനുഗ്രഹിച്ചു എന്നാണ് പറയണത്. അവിടെയാണ് രാവണൻ ഈ പറഞ്ഞിട്ടുള്ള വരം കിട്ടിയത്. അപ്പൊ രാവണൻ ഇങ്ങനെ മഹാദേവന് സഹായമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഗുരുജനങ്ങളെ നമ്മൾ ചിന്തിക്കണം, തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്, അദ്ദേഹത്തിന് മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന പ്രത്യേകതയാണ്. ആദ്യത്തെ പാർവതി പരമേശ്വര സംവാദത്തിൽ സാക്ഷാൽ ഭഗവതി മഹാദേവനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ആര്യപുത്ര എന്നൊക്കെ പണ്ട് വിളിച്ചിരുന്നത് പോലെ മാമക ഭർത്താവേ മംഗലാനിധേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരുപാട് വാക്കുകളിൽ ഒന്ന് എന്താണെന്നറിയോ, ഗംഗാ കാമുക എന്നാണ്. ഇവിടെ കൂടുതൽ പേരും കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാ. നമ്മൾ ഭർത്താവിനെ പോയിട്ട് ഭർത്താവിന്റെ കാമുകീനെ വിളിച്ചിട്ട് ഗംഗാ കാമുക വന്നിരിക്കുമെന്ന് നമ്മൾ പറയില്ല. പക്ഷെ അതിലാണ് പാർവതിയും മഹാദേവനും ഗംഗയും ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിലൊക്കെ ആ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള പൂർണ്ണതയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മളൊരു സഹായം ചെയ്യുന്നതിൽ നിന്ന് പോലും പലതരത്തിലുള്ള കഥകളിലേക്ക് നമ്മൾക്ക് മനുഷ്യർക്ക് മനസ്സിലാവാൻ പാകത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഗംഗ ഒഴുകി വന്നപ്പോൾ ഗംഗയെ എടുത്തിട്ട് മഹാദേവൻ മുടിയിൽ ജടയിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള പല കഥകളും നമുക്ക് പറഞ്ഞു തരുന്ന തത്വങ്ങളുണ്ട്. അപ്പൊ ഇവിടെ രാവണൻ എന്ന് പറയുന്ന പൂർണ്ണ തിന്മയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന രാവണൻ പോലും പൂർണ്ണ ദുഷ്ടനല്ല. അദ്ദേഹത്തിലും ചെറിയൊരു തരിമ്പെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഓം നമഃ ശിവായ അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ചൊല്ലുന്നത് കൊണ്ടാണ്, ആ ഭക്തി ഉള്ളത് കൊണ്ടാണ് രാവണനും പൂർണ്ണനായിട്ട് അങ്ങനെ നമുക്കൊരു രാജസനാണ് എന്ന് പറയാൻ സാധിക്കാത്തത്. പക്ഷെ കയ്യിൽ കുറച്ച് വികടത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ രാമായണത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ വിവേകത്തിൽ നിന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ഭക്തിയുടെ വിവിധ ഘട്ടങ്ങളാണ്. നമ്മൾ എവിടുന്നാ തുടങ്ങിയ ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവേക ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന. അവര് ശരിയല്ല, അവര് പൂർണ്ണമായിട്ട് അവർ എന്നോട് ഇങ്ങനെ പെരുമാറി ശരിയല്ല എന്ന് നമ്മൾ പറയില്ല എന്നത്രേ. ഭക്തി ഉണ്ടെങ്കിൽ അവരിലും എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടാവില്ലേ, ഒന്നെങ്കിൽ ഞാൻ വീഴാൻ പോയപ്പോൾ എന്നെ പിടിക്കെങ്കിലും ചെയ്തുല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിവേകം ഉണ്ടാവും എന്നാണ് പറഞ്ഞു തരുന്നത്. രണ്ടാമതായിട്ട് വിവേകം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് വൈരാഗ്യം. ഏത് വൈരാഗ്യം? അത് വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാവോ എന്നുള്ളതല്ല. ഞാൻ അവരോട് മിണ്ടില്ല, എനിക്ക് അവരോട് നല്ല ദേഷ്യമുണ്ട്, എനിക്കൊരു അവസരം കിട്ടട്ടെ, ഞാൻ അവരെ ശരിയാക്കാമെന്ന് പറയുന്ന വൈരാഗ്യമല്ല, എല്ലാത്തിൽ നിന്നും മുക്തനാവുന്ന അവസ്ഥ. അഥവാ ആ അവസ്ഥയെയാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത്. ഒന്നിലും നമ്മൾ കെട്ടുപെടാത്ത അവസ്ഥ. ഇപ്പൊ ലാസ്റ്റ് നമ്മളിവിടെ ചൊല്ലിയിട്ടുള്ള ആ സ്തോത്രത്തിലും പറയുന്നുണ്ട്, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നും കരകയറ്റണം എന്ന് പറയുമ്പോൾ, ഈ നരകം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് കെട്ടുപാടുകൾ ഉണ്ട് അല്ലെ. നമ്മളെല്ലാവരും ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്, ഗൃഹസ്ഥാശ്രമികളാണ്. ആരും വാനപ്രസ്ഥത്തിന് പോകുന്നവരോ സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ളവരോ ഒന്നുമല്ല. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും, ഇപ്പൊ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അപ്പൊ അവരോട് എനിക്കുണ്ട് ഒരു പുത്രി ധർമ്മമുണ്ട്, ഭർത്താവുണ്ട്. അപ്പൊ ആ ഭർത്താവിനോട് നമുക്ക് ഭാര്യാധർമ്മമുണ്ട്, തിരിച്ച് ഭർത്താവിന് ആ ഭർത്താവിന്റെ പതിധർമ്മമുണ്ട്. ഇങ്ങനെ പല പല ബന്ധങ്ങളായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇത് മാത്രമാണ്, ഇതിലാണ് ഞാൻ മുന്നോട്ട് പോണത് എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വിഷമം വരുന്നു എന്നാണ് ഗുരുനാഥന്മാർ പറയണത്. ഇപ്പോഴത്തെ അച്ഛനമ്മമാര് പല പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ ചില വളരെ ഈ മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയും, നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയെന്ന് മാത്രം വെക്കലൂ, ഒരു നിമിഷമെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യൂ. അതും ചെയ്യണം, അത് നമ്മളെ ധർമ്മമാണ് അല്ലെ. പക്ഷെ അതേസമയം നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? എല്ലാ കാലവും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിൽ നന്മയുണ്ട്, ത്യാഗമുണ്ട്, അത് ചെയ്യണം. പക്ഷെ എന്തപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഇതിൻ്റെ ഉള്ളിലുള്ള ആളെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. മനുഷ്യർക്ക് അത്രയും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, ഞാൻ പൈസയുടെയോ അങ്ങനത്തെ ഒന്നുമല്ല പറയണേ, മനോവിഷമം വരുമ്പോൾ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്നെങ്കിൽ നമ്മൾ കരയും, അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കും, ഒറ്റയ്ക്ക് മനസ്സിലാക്കും അല്ലേ. ആ പോയിന്റിൽ നമുക്ക് ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല, സഹായിക്കാൻ സാധിക്കില്ല, ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്.
ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് പറയണേ. ഈ മനസ്സിന്റെ അവസ്ഥ ശക്തമാവണമെങ്കിൽ എന്ത് വേണം? ശരിയായിട്ടുള്ള സങ്കല്പവും ഈ പറയണ ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഇത് ഞാൻ വെറുതെ ഇവിടെ ഇരുന്നിട്ട് ഇന്ന് ഈ ഒരു പ്രഭാഷണം തീർക്കാൻ വേണ്ടി പറയുന്നല്ല കേട്ടോ. എനിക്ക് വിശ്വാസമുള്ള പൂർണ്ണ ബോധ്യമുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ സാധിക്കുള്ളൂ. ആ ഭഗവാൻ ഉണ്ട്, അല്ലെങ്കിൽ അതും ഇതും ഒന്നാണ്, ഇതൊക്കെ കയറി മറിഞ്ഞു പോയാലേ അങ്ങോട്ട് എത്തുള്ളൂ. അതിൽ ചില സമയത്ത് നമുക്ക് ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ശരണാഗതി ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യണം എന്നാണ്? കർമ്മം ചെയ്യണം എന്നാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എല്ലാം കഴിഞ്ഞിട്ട് നാളെ നീ പോയി സത്കർമ്മം ചെയ്തിട്ട് മുക്തി പ്രാപിക്കാമെന്ന് നീ വിചാരിക്കരുത് അർജുന. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യും. അങ്ങനെ നമ്മൾ പലപ്പോഴും അമ്മമ്മയൊക്കെ പറയാറുള്ളതാ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു ഇനി അത് ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യുന്നതിന്റെ കൂടെ ഇപ്പോൾ അമ്പലത്തിൽ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്, രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്തത് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പോയിട്ട് വരാമെന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഉച്ചയാവും. അപ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികൾ വരും, അവർക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ അത് നടക്കില്ല എന്നാണ് ഗുരുനാഥനും പറയാറുണ്ട് കേട്ടോ. അപ്പൊ എന്താ, ഇതുണ്ടാക്കി വെച്ചിട്ട് ഒന്ന് ഓടിപ്പോയിട്ട് വരാം, എന്നാലും അത് കേൾക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇത്തിരി സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളത് കേട്ടു എന്നുണ്ടാവും. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അതാണ്, ഇപ്പൊ ചെയ്യേണ്ട കർമ്മം നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. ഇതിന്നാ നമ്മൾ ആദ്യം തുടങ്ങിയത്. ഈ ആധ്യാത്മികതയും ആത്മീയതയും ഗ്രന്ഥങ്ങളും നാമവും ഒന്നും എന്തല്ല, ഒരു പ്രായം കഴിഞ്ഞ് പ്രായമാവുമ്പോൾ നമുക്ക് മുക്തി കിട്ടാനുള്ളതല്ല. ചെറിയ കുട്ടികൾ തൊട്ടിട്ട് അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ട് അവിടുന്ന് തുടങ്ങിയാലേ പ്രായമാവുമ്പോൾ അവർക്കും ശക്തരാവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈശ്വരനും പറയുന്നത്. ഇന്ന് ചെയ്യേണ്ട കർമ്മങ്ങള് ചെറുതായിട്ടെങ്കിലും ചെയ്യാം. ഗീതയിൽ പറയുന്ന കാര്യങ്ങളാണ്. സഹജമായിട്ടും സരളമായിട്ടും നിങ്ങളുടെ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കൂ, അതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ എന്നാ. സഹജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കണം. നമ്മൾ ചിലവരുടെ കാര്യം പറയും, അത് സഹജ സ്വഭാവമാണ്, അത് അങ്ങനെ ഉണ്ട് എന്ന് പറയില്ല. നമ്മൾ ചിലവരുടെ കാര്യം പറയുമ്പോൾ ചില രീതികൾ ഉണ്ടാവും. സഹജം എന്ന് പറഞ്ഞാൽ നിരന്തരം നമ്മോട് കൂടെ ഉള്ളത് എന്നാണ്. സരളം എന്ന് പറഞ്ഞാലോ അതും നമുക്കറിയാം അല്ലെ. ഏറ്റവും എളുപ്പമുള്ള കാര്യം, ഇപ്പൊ ഈ ഭക്തിയിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം, അടുക്കളയിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഹരേ രാമ ചൊല്ലാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓം നമ ശിവായ ചൊല്ലണതാണ്. നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ അവിടെ പോയി ചമ്രം പടിഞ്ഞ് ഇരുന്നിട്ടേ ഹരേ രാമ ചൊല്ലുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്റെ പ്രാരാബ്ദ കുറെ ബാണ്ടക്കെട്ടുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് ഗുരുനാഥൻ എപ്പോഴും പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഏറ്റവും ചെറുതായിട്ട്, ഇപ്പോൾ ഈ നാരദ ഭക്തി സൂത്രത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞു, അതിക്കൊക്കെ എത്തുന്നതിന് മുന്നേ രാമായണം മലയാളം വ്യാഖ്യാനം ഉണ്ട് നമ്മൾ ഈ പാരായണം ചെയ്യുന്നതിന്റെ കൂടെ. അതിലെന്താ പറയണെന്ന് പറയുമ്പോൾ ഇതെന്താ അങ്ങനെ ഉണ്ടാവുക എന്ന് ചിന്തിക്കണം. ഓരോ കാര്യത്തിലും എന്താ അങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് എന്താ ഇവിടുത്തെ ഈശ്വരന്മാർക്ക് 4 കൈയുള്ളത്. ഒരു ചെറിയ കുട്ടി ചോദിച്ച ചോദ്യം കേട്ടോ. ഹിന്ദു ഇതിലുള്ള എല്ലാവർക്കും 4 കൈയും 10, രാവണന്റെ 10 തല. അപ്പൊ ഈ രാവണൻ എങ്ങനെയായിരിക്കും ഡോറിന്റെ ഉള്ളിൽ കൂടെ കടക്കുക? ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. ഇത്ര തലയില്ലേ? അപ്പോ അത് 10 തല എന്ന് പറയുമ്പോ 10 ഭാവങ്ങളും അത്രത്തോളം ശക്തിയുള്ള കഥാപാത്രമാണ് രാവണൻ എന്നുള്ളത് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കുറച്ച് വലുതായി കുറച്ചൊരു പ്രായത്തിലേക്ക് എത്തുമ്പോഴേക്കും അവര് ഇതാ വിചാരിക്കുക, ഇതിനൊന്നുള്ള ഉത്തരവൊന്നും ഈ സനാതന ധർമ്മത്തിൽ ഇല്ല, ഇവരിത് എന്തൊക്കെയോ ഇങ്ങനെ ബ്ലാ പറയാണ്. അപ്പൊ നമ്മൾ ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതിലേക്ക് എത്തും. അത് മാനുഷികമായിട്ട് എത്തണത്. അപ്പൊ അവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഇങ്ങനെയുള്ള തമാശ രൂപത്തിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമുക്ക് ഉത്തരം കൊടുക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നവരും ഇങ്ങനെ ആചരിക്കുന്നവർക്കൊക്കെ നമുക്കത് അറിയണം. ആ അറിവിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈരാഗ്യാവസ്ഥ രാമന് കൃത്യമായി രാമായണത്തിൽ ഉണ്ട് എന്ന് പറയാനാണ് കേട്ടോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. ഋഷി തുല്യനാണ് രാമൻ. നമ്മൾ വെറും രാമനെ രാജാവായി മാത്രം കണ്ടാൽ പോരാ, ഋഷി തുല്യനാണെന്നാണ്. ഭരതൻ അവസാനം ഇവര് വനവാസത്തിന് പോയതിന് ശേഷം പറയുന്നുണ്ട്, ഏട്ടനില്ലാത്ത ഈ രാജ്യത്ത് ഞാൻ ഇരിക്കില്ല. അമ്മമാരും എല്ലാവരും വന്ന് പറയുന്നുണ്ട്, നീയാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്, ഏട്ടനില്ലാണ്ട് ഞാൻ ഇരിക്കില്ല, ഞാൻ പോവാണ് വനവാസത്തിന്, അവരെ ഞാൻ കൂട്ടി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് ഭരതൻ പോകുന്നുണ്ട്. അങ്ങനെ ഭരതൻ പോയി പഞ്ചവടിയിൽ അവരുടെ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ആ രൂപം വാത്മീകി രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വീരാസനത്തില് നിലത്ത് ഇരിക്കണു എന്നുള്ളതാണ്. അടുത്ത് ജാനകി അഥവാ സീതയുണ്ട് എന്നാണ്. അവിടെ ഭരതൻ കാണുന്നത് സാക്ഷാൽ ദക്ഷിണാമൂർത്തി സ്വരൂപത്തിനെയാണെന്നാണ്
നൂച്ചൂർ സ്വാമികൾ പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കൂ. അകത്തിരിക്കുന്ന ആളുടെ ഒരു സങ്കല്പമാണ് അല്ലെ ദക്ഷിണാമൂർത്തി രൂപം എന്ന് പറയുന്നത്. ആദ്യത്തെ ശ്ലോകം ചൊല്ലിയപ്പോൾ പറഞ്ഞു മൗനത്തിലൂടെ, അവിടെ രാമൻ ഒന്നും പറയുന്നില്ല, പക്ഷെ മൗനത്തിലൂടെ നമുക്ക് വേദാന്ത തുല്യമായിട്ടുള്ളത് എന്ത് പറഞ്ഞു തരുന്നു, അതാണ് ദക്ഷിണാമൂർത്തി. യുവസ്വരൂപാണ്, ഭയങ്കര പ്രായമുള്ള ആളൊന്നുമല്ല. ദക്ഷിണാമൂർത്തിയുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ മരത്തിന്റെ ചോട്ടില് ഇരിക്കുന്ന ദക്ഷിണാമൂർത്തി പ്രായമായിട്ടുള്ള ആളല്ല, വളരെ യുവത്വം നിറഞ്ഞിട്ടുള്ള, ജ്ഞാനത്തിന്റെ യുവത്വം നിറഞ്ഞിട്ടുള്ള രൂപമാണ് ദക്ഷിണാമൂർത്തി. ആ ദക്ഷിണാമൂർത്തിനെ രാമനിൽ ഭരതൻ കാണുന്ന, കാരണം ഭരതൻ ഏട്ടനോട് ഒരിക്കലും പറയില്ല ഏട്ടാ ഞാൻ അനിയനായിട്ട് കൂടെ നിന്നോളാം. ലക്ഷ്മണനും പറയണില്ല ഏട്ടാ ഞാൻ അനിയനായിട്ട് കൂടെ നിന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം, ദാസനായിട്ട് ശിഷ്യനായിട്ട് ഞാൻ നിന്നോളാം എന്ന് രാമന്റെ അടുത്ത് പറയുള്ളൂ. അങ്ങനെ ഒരു ഏട്ടൻ നമ്മളുടെ ഇടയിൽ കാണാൻ പറ്റുമോ? ഇന്നത്തെ കാലത്തേക്ക് പോണ്ട, കുറച്ച് പിന്നിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും സഹോദര ബന്ധം എന്ന് പറയുന്നതിൽ ഗുരു ഭക്തി കാണാൻ സാധ്യത കുറവാണ്. അവിടെ സ്നേഹം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും. പക്ഷെ ഗുരുതുല്യനായി ഏട്ടനെ കാണുന്നുണ്ടെങ്കിൽ ശ്രീരാമന്റെ ആ ഒരു ഭാവത്തിനെ കൂടെ കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഗുരുവിനെ പറ്റി പറയുമ്പോൾ അധ്യാത്മ രാമായണത്തേക്ക് വരുമ്പോൾ അത് പാർവതി പരമേശ്വര സംവാദമാണെന്ന് നമുക്കറിയാം. ആദ്യത്തെ ഭാഗത്ത് സാക്ഷാൽ മഹാദേവനോട് സമ്പൂർണയായിട്ടുള്ള ശക്തി സ്വരൂപമാണ് പാർവതി, അല്ലെ? ഭഗവതി എന്ന് പറയുന്നത് അതില് ഒന്നുമില്ലാനി പൂർണ്ണയാണ്. പൂർണ്ണയായിട്ടുള്ള ഭഗവതിയാണ് ചോദിക്കുന്നത് രാമന്റെ തത്വം എനിക്കറിയില്ല, അതൊന്നും എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തിരിച്ച് ഭഗവാൻ പറയേണ്ടത് അത്രയും രഹസ്യമായതും തത്വപ്രധാനമായിട്ടുള്ളതുമാണ് രാമൻ എന്ന് പറയുന്ന തത്വം. രാമന്റെ തത്വമല്ല, രാമൻ എന്ന് പറയുന്ന തത്വം അത് ഞാൻ ഭഗവതിക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഭഗവതിക്ക് പറഞ്ഞു കൊടുത്തു. അതവിടെ പരിപൂർണായി. അതിലിനി നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇടയില്ല. അതാണ് അധ്യാത്മ രാമായണത്തിന്റെ പ്രത്യേകത. അതിന്നാണ് തുടങ്ങുന്നത്. ആദ്യം ഭഗവതിക്ക് ഉപദേശിച്ചു തുടങ്ങി പിന്നെ അവസാനം വരെയും ഉപദേശങ്ങളാ കൊടുക്കുന്നുള്ളൂ. രാമഗീത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ട്. അതിൽ രാമൻ കൊടുക്കുന്ന ഉപദേശമാണ് രാമഗീതയായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഗീതയെ തന്നെ, ഗീത പിന്നീട് ഭഗവാൻ അർജുനന് നൽകിയതാണെന്ന് നമുക്കറിയാലോ. അപ്പൊ ആ രാമഗീതയായിട്ട് പോലും കാണാൻ പറ്റുന്ന ഉപദേശം ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഉപദേശമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലുണ്ട്. ഇതെല്ലാം അടങ്ങുന്നതാണ് അധ്യാത്മ രാമായണം. അധ്യാത്മ രാമായണം ആർക്ക് പറഞ്ഞു കൊടുത്തു? സാക്ഷാൽ ദക്ഷിണാമൂർത്തി പൂർണ്ണമായിട്ടുള്ള ഭഗവതിക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അതിലിനി ചോദ്യങ്ങളൊന്നുമില്ല, അത് പൂർണ്ണമാണ്, അത് നമുക്കുള്ളതാണ്. ഭഗവതിക്ക് പഠിക്കാനുള്ളതാണോ അതോ നമുക്കുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ എഴുത്തച്ഛൻ രാമനെ ഈശ്വരനായിട്ടാണ് കാണുന്നത്. മനുഷ്യനെ എടുത്ത് ഉയർത്തി, അതാണ് എഴുത്തച്ഛന്റെ പ്രസക്തി. എഴുത്തച്ഛൻ എന്തുകൊണ്ട്, ഭാഷാപിതാവൊക്കെ അവിടെ നിൽക്കട്ടെ, എഴുത്തച്ഛൻ എന്തുകൊണ്ട് അധ്യാത്മ രാമായണത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത്രയും പ്രസക്തനാവുന്നു എന്നുള്ളതിന്റെ ഉത്തരം അവിടെയാണ്. ആ അധ്യാത്മ രാമായണത്തിന്റെ മൂലത്തിൽ നിന്നും അധ്യാത്മ രാമായണം കിളിപ്പാട്ടായിട്ട് ഈ സമ്പൂർണമായിട്ടുള്ള തത്വത്തെ നമുക്ക് തന്നു ആചാര്യൻ. അതാണ് ആ അധ്യാത്മ രാമായണത്തിന്റെ പ്രത്യേകതയും കിളിപ്പാട്ടിന്റെ പ്രത്യേകതയും. ഒരുപാട് രാമായണങ്ങളുണ്ട് ഗുരുജനങ്ങളെ, എല്ലാവരും അത് മനസ്സിലാക്കണം. അറിയുന്നവരുണ്ടായിരിക്കും. അധ്യാത്മ രാമായണവും വാൽമീകി രാമായണവും മാത്രമല്ല, യോഗവാസിഷ്ടം എന്ന് പറഞ്ഞിട്ട് വാസിഷ്ഠൻ രാമന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. ആ യോഗവാസിഷ്ഠം സമ്പൂർണ്ണാണെന്നാണ് രമണ മഹർഷി പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ ജ്ഞാനം ലഭിക്കാൻ വേറെ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യോഗവാസിഷ്ഠുണ്ട്, ആനന്ദരാമായണം ഉണ്ട്, ജൈന രാമായണം ഉണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് പുറത്ത് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാർക്ക് വരെ നമ്മളുടെ ഈ രാമകഥയാണ് അവരുടെ അടിസ്ഥാനം. അവർക്കും രാമായണം ഉണ്ട്. അതില് സൺ വ്യുക്കിംഗ് എന്നാണ് ഹനുമാന്റെ പേര് എന്നാ പറയാ. സ്വഭാവങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഹനുമാൻ തന്നെയാണ്, അവരുടെ പേര് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ മാത്രം നിന്നതല്ല ഈ രാമായണത്തിന്റെ മഹിമയും പ്രസക്തിയും ഒന്നും. ഇത് പുറത്തേക്ക് പോയി. രാമന്റെ പ്രസക്തിയും അല്ലെങ്കിൽ രാമന്റെ മൂല്യവും ഏറ്റവും നന്നായി വാൽമീകി രാമായണത്തിലും പറഞ്ഞു തരുന്നതും സത്വപ്രധാനങ്ങളായിട്ടുള്ള ഒരു കഥാപാത്രങ്ങളുമല്ല. രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ പ്രതിരൂപമാണ് രാമൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആർക്കാന്നറിയോ? മാരീചൻ രാവണനാണ്.
രാവണൻ മാരീചന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്, നീ ഒന്ന് വേഷം മാറി പോയിട്ട് സീതനെ ഒന്ന് അവിടുന്ന് കിഡ്നാപ്പ് ചെയ്യാനുള്ള വഴി ഒന്ന് സഹായിച്ചു തരണം എന്ന് പറയുമ്പോൾ മാരീചന് ആദ്യം തന്നെ 2 പ്രാവശ്യം പണി കിട്ടിയിട്ടിരിക്കുന്നത്. അത് മാരീചൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു തവണ രാമന്റെ നിന്ന് പണി കിട്ടിയ ആളല്ല, 2 തവണ രാമന്റെ കയ്യിൽ നിന്ന് പണി കിട്ടിയ ആളാണ്. ഞാൻ ഇനി ഇതിന് പുറപ്പെടും എന്ന് നീ വിചാരിക്കേണ്ട രാവണ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവസാനം ഈ രാവണന്റെ സംസാരത്തില് എന്താ പറയാ, മനസ്സ് മാറിയിട്ടാണ് മാരീചൻ ഈ സ്വർണ്ണമാനിന്റെ രൂപത്തിൽ പോണത്. അവിടെയാണ് രാവണന് മാരീചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ സീതയുടെ ഭർത്താവാണ്, അവിടുത്തെ രാജാവാണെന്നൊന്നും നീ വിചാരിക്കരുത്. രാമന്റെ ശക്തി നരസിംഹത്തിന് തുല്യമാണെന്നാ പറയണത്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ എത്ര അവതാരങ്ങളുണ്ട്, ഇത് കൃത്യമായിട്ട് രാമായണത്തിൽ പറയുന്ന കാര്യമായിട്ടോ. സീത നരസിംഹത്തിന്റെ ഭാര്യയാണെന്നാണ് പറയണത്. ഇത്രയും പ്രകമ്പനം കൊള്ളിച്ചിട്ടുള്ള ഒരു അവതാരം നമ്മളുടെ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ നരസിംഹത്തിനെ പോലെ? മഹാവിഷ്ണുവിന്റെ രാമൻ എന്ന് പറയുന്ന അവതാരത്തിന്റെ ശക്തി എന്താണെന്ന് മാരീചൻ രാവണന് കാണിച്ചു കൊടുക്കുന്ന ഒറ്റ വരി മതി, നരസിംഹമാണ് രാമൻ എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനോട് നീ ഏറ്റുമുട്ടാൻ പോകണ്ട രാവണ. രാമൻ പൂർണ്ണധർമ്മം ഉൾക്കൊള്ളുന്ന സ്വരൂപമാണ് എന്ന് പറഞ്ഞു. കേട്ടില്ല. അവസാനം രാവണൻ പറഞ്ഞു, ഇത് ഓക്കെ നീ പറഞ്ഞത് പറഞ്ഞു, ശരി, അടുത്ത നിമിഷം ഞാൻ തന്നെ കൊല്ലും നീ പോയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ജീവനിൽ കൊതി ഉണ്ടാവും അല്ലെ? അങ്ങനെയാണ് മാരീചൻ പോണത് സീതയുടെ അടുത്തേക്ക് എന്നാണ്. അപ്പൊ ഈ മാരീചനാണ് അവിടെ രാമന്റെ ധർമ്മം എന്താണെന്നും രാമന്റെ മൂല്യം എന്താണെന്നും രാമായണത്തിൽ വ്യക്തമാക്കണം. അപ്പൊ ഗുരുജനങ്ങളെ, നമുക്ക് ഒന്നിലും പൂർണ്ണമാണെന്ന് പറയാൻ സാധിക്കില്ല. എവിടുന്നാണ് നമുക്ക് ജ്ഞാനം കിട്ടുക എന്ന് പറയാൻ സാധിക്കില്ല, അറിവ് കിട്ടുക എന്ന് പറയാൻ സാധിക്കില്ല. ഇനി നമുക്ക് നേരെ സുന്ദരകാന്ഡത്തിലേക്ക് കടന്ന് ഇത് നമുക്ക് ഉപസംഹരിക്കാം. സമയം വൈകിയെന്ന് തോന്നുന്നു. സുന്ദരകാന്ഡം ഏറ്റവും സുന്ദരമായിട്ടുള്ള കാണ്ഡം, അതുകൊണ്ടായിരിക്കും സുന്ദരം എന്ന് പേര് വന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഞങ്ങൾ തന്നെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഇങ്ങനെ വായിച്ച് ബുദ്ധിമുട്ടേണ്ട ഒരു കാണ്ഡം വേറെ ഇല്ല രാമായണത്തിൽ, അധ്യാത്മ രാമായണത്തിൽ. ചട്ടപ്പട്ട കട്ടപ്പട്ട അങ്ങനെയാണ് അതിന്റെ വൃത്തം പോണത്. എന്നിട്ട് ഇതിന് ആരെ ഈ സുന്ദരകാന്ഡം എന്ന് പേരിട്ടത് എന്ന് ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സുന്ദരകാന്ഡത്തിന്റെ സൗന്ദര്യം പറയുന്നത് അതിന്റെ വരികളിലോ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള തത്വമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മുക്തി മാർഗവും രാമായണം മുഴുവനും ഇരിക്കുന്നത് സുന്ദരകാന്ഡത്തിലാണ്. എല്ലാവരും ഹനുമാൻ ഭക്തരായിട്ടുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വീര്യവും മനസ്ഥൈര്യവും ഉണ്ടാവാൻ സ്ഥിരമായിട്ട് സുന്ദരകാന്ഡം ചൊല്ലിയാൽ മതി എന്നാ. അതെന്തുകൊണ്ടാണ്? സുന്ദരകാന്ഡം രാമന്റെയും സീതയുടെയും ഒന്നുമല്ല, ഹനുമാന്റെയാണ്. ഹനുമാനെ പോലൊരു കഥാപാത്രം നമുക്ക് വേറെ ആരെ കാണാൻ പറ്റുക? അത്രയ്ക്ക് കേമിയാണ് അല്ലേ? പക്ഷെ ഹനുമാന്റെ കേമത്തരമൊന്നും ഹനുമാൻ എന്നുള്ള നിലയിൽ രാമായണത്തിൽ അദ്ദേഹം കാണിക്കുന്നില്ല. രാമന്റെ ദൂതനാണ്. സീതയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഹനുമാനാണ് ദേവി, ഞാൻ രാമന്റെ ദൂതനാണെന്നല്ല, ഞാൻ രാമന്റെ ദൂതനായ ഹനുമാനാണ് ദേവി, ഇത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നാണ് പറയണത്. അപ്പൊ അത്രയും ഉയരത്തിലിരിക്കുന്ന സർവജ്ഞനായിട്ടുള്ള മാരുതി അഥവാ ഹനുമാൻ വെറും രാമസേവകനായിട്ട് ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയായിട്ടാണ് പോണത്. അങ്ങനെ ഹനുമാൻ എന്ന് പറയുന്ന കൃത്യഭക്തിയുള്ള സാധകന് മാത്രമാണ് രാമന്റെ ഹൃദയം ഉപദേശിച്ചു കൊടുക്കണമെന്നാണ്. അധ്യാത്മ രാമായണം ബാലകാണ്ഡത്തില് ഹനുമാന് സീതാദേവി ഉപദേശിച്ചു കൊടുത്തത് പോരാണ്ട് രാമനും ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ഹനുമാനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ജീവിതം എന്ന് പറയുന്നത് അദ്വിതീയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തത്വങ്ങളുണ്ട്. അത് ആരാർക്ക് പറഞ്ഞു കൊടുക്കണമെന്നാ? സാക്ഷാൽ മഹാവിഷ്ണു അതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അല്ലെ? ഹനുമാനാണ് ആ സാധകന്, പൂർണ്ണ സാധകനാണ് എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ സാധകന്റെ യാത്രയാണ് സുന്ദരാഖണ്ഡം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്ര കവിശ്രേഷ്ഠന്മാരുണ്ടായിരുന്നില്ലേ കുരങ്ങന്മാര്? എത്ര കുരങ്ങന്മാരുണ്ടായിരുന്നു എന്നാ? അവരൊക്കെ സീതേനെ അന്വേഷിച്ച് ഇറങ്ങി. കുറെ ആൾക്കാർ കുറെ സ്ഥലത്ത് ഇരുന്നു, സ്വയംപ്രഭേനെ കണ്ടു, അങ്ങനെയുള്ള ഗുണമൊക്കെ ഉണ്ടായി. പക്ഷെ അവസാനം സീതയിലേക്ക് എത്തിയതാരാ? ഹനുമാൻ മാത്രമാണ്. അതിന് നമുക്ക് വേറെ അവിടെ ഒരു ഷോർട്ട് കട്ടും ഇല്ല എന്നാ രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത്. ഭക്തി ഉണ്ടോ പൂർണ്ണമായിട്ട്? ഇവിടെ തുറന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ കാണാൻ സാധിക്കുമോ? ഇന്നാ നിങ്ങൾക്ക് സീതയ്ക്ക് എത്തും. അപ്പൊ അവിടെ സീത ആരാണ്? സീതയെ ചെറിയൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. അവസാനം ഈ രാവണൻ ഒക്കെ വധമൊക്കെ കഴിഞ്ഞ് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം സീതയെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സീത പരിശുദ്ധയാണോ എന്നുള്ളത് തെളിയിക്കണം. രാജാവായിട്ടുള്ള രാമന്റെ നീതിയാണ്
ഭാര്യയാണോ എന്നുള്ളതല്ല, എന്റെ രാജാവിന്റെ ഭാര്യയാണെങ്കിൽ അത് തെളിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അഗ്നിപ്രവേശം ചെയ്യുന്ന സീതയെ തിരിച്ച് അഗ്നിദേവൻ കൊണ്ടുവരുന്നു. സീത താനേ വരല്ല, അഗ്നിദേവൻ തിരിച്ചു കൊണ്ടുവന്നിട്ട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന സീത എന്ന് പറയുന്നത് ശക്തിയാണ്, ആ ശക്തിക്ക് പരിപൂർണതയാണ്, അതിൽ ഒരു നയാ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, അത് പരിപൂർണയാണെന്ന് അഗ്നിദേവനാ വന്ന് പറയണേ. ഇത് നമുക്ക് വേറൊരു സ്ഥലത്ത് കാണാൻ സാധിക്കും. ലളിതാ സഹസ്രനാമം വായിക്കുന്നവരായിരിക്കില്ലേ എല്ലാവരും. ചിത്തഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത എന്ന് പറയുന്നത് ഇല്ലേ, കേട്ടിട്ടില്ലേ? ചിത്താകുന്ന, ചിത്ത് അവിടെയാണ്, ചിത്താകുന്ന അഗ്നിയിൽ നിന്നും വന്നിട്ടുള്ള ഭഗവതിയാണ്. സാക്ഷാൽ ലളിതാ പരമേശ്വരിയെ നമുക്കൊന്നും ഇനി ചിന്തിക്കാനില്ല, അത് പൂർണ്ണമായിട്ടുള്ള ശക്തി സ്വരൂപമാണ്. ആ ഭഗവതി തന്നെയാണ് സീതയിലും നമുക്ക് കാണാൻ സാധിക്കുക. ആ സീതയാണ് അഗ്നിയിൽ നിന്നും പുറത്തു വന്ന് ഞാൻ പരിശുദ്ധയാണ് എന്ന് തെളിയിച്ച് പിന്നീട് പോകുന്നത്. ഈ ഒരു ശക്തിയെ ഭഗവതിയിലേക്ക് അല്ലെങ്കിൽ ആ ജ്ഞാനത്തിലേക്ക്, ആ ഈശ്വരീയതയിലേക്ക് ആകെ എത്തിപ്പെട്ടത് ഹനുമാൻ മാത്രമാണ്. ലങ്കയിൽ ഇരിക്കണ സീത എന്ന് പറയുന്ന ജ്ഞാനം തേടിയിട്ടാണ് ഹനുമാൻ പോണത്. അത് വേറെ ആർക്കും സാധ്യമല്ല, ഹനുമാന് മാത്രമേ സാധ്യമുള്ളൂ എന്നാണ് ആചാര്യന്മാരൊക്കെ പറഞ്ഞു തരുന്ന തത്വം. അങ്ങനെ മായാസീതയുണ്ട് രാമായണത്തില്. മായാസീതയായിട്ടും സീതേനെ കൊണ്ടുപോയത് മായാസീതയായിരുന്നു എന്നും പറയുന്നുണ്ട്. കാരണം എന്താ, രാവണന്റെ ഉദ്ദേശം അവിടെ ശുദ്ധമായിരുന്നില്ല അല്ലെ, സാത്വികമായിട്ട് സീതേനെ അവിടെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടല്ല കൊണ്ടുപോകുന്നത്. ദുർമാർഗത്തിലൂടെ കൊണ്ടുപോകുന്ന രാവണന് ശരിയായിട്ടുള്ള ആത്മജ്ഞാനം ഉണ്ടാവില്ല, എന്തേ ഉണ്ടാവുള്ളൂ, മായേ ഉണ്ടാവുള്ളൂ. അതാണ് അവിടെ മായാസീതയുടെ കാര്യം പറയുന്നത്. പക്ഷെ അതേസമയം ശുദ്ധനായിട്ടുള്ള സാധകനായിട്ടുള്ള ഹനുമാന് ആ ആത്മജ്ഞാനം ലഭിച്ചു, സീതയിലേക്ക് എത്തി. ആ ഭഗവതിയെ പോയി കാണാൻ ആർക്കാ സാധിച്ചുള്ളൂ? ഹനുമാനെ സാധിച്ചുള്ളൂ. അത്രയും ദുർഘടങ്ങളും പ്രതിസന്ധികളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ആ പ്രതിസന്ധികളും ഒക്കെ തന്നെയാണ് നമ്മളെ ഒന്ന് ചിരിക്കുമ്പോൾ, നമുക്ക് കരഞ്ഞു കഴിഞ്ഞ് ചിരിക്കുമ്പോൾ കൂടുതൽ ഭംഗിയാണെന്നൊക്കെ കവികൾ വെറുതെ പറയുന്നൊന്നുമല്ല. ഇത്രയും പ്രതിസന്ധി കടന്നു വന്നിട്ട് എനിക്കൊന്നും ഇവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല ഈശ്വര എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടണ ആ ഒരു സുഖം, അതാണ് സുന്ദരകാന്ഡം എന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ഈ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത്രയും ദുഃഖത്തിനെയും തരണം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നൊരു നിർമ്മലത ഉണ്ട് അത്ര. ആ നിർമ്മലതയാണ് നമ്മളെ ഇങ്ങനെ ഇരിക്കാനും ചിരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ സന്തോഷിക്കാനും നാളെ എന്താണെന്ന് ചിന്തിക്കാതെ ഇന്ന് മാത്രം ജീവിക്കാനും ഇത് കേൾക്കാനും ഒക്കെ സാധിക്കണതെന്ന്. അങ്ങനെ സുന്ദരമായി തീരുന്നത് കൊണ്ട്, നമ്മളെ മനുഷ്യന്റെ മനസ്സ് സുന്ദരമാക്കി തീർക്കുന്നത് കൊണ്ടാണ് അതിന് സുന്ദരകാന്ഡം എന്ന് പേര് വരുന്നത്. രാമായണത്തിന്റെ ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളും ഇത് തീരില്ല, അത്രയും പറഞ്ഞാലും തീരില്ല. ഓരോ ഭാഗങ്ങളിലും കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, അറിയാനുള്ള കാര്യങ്ങളുണ്ട്. കേവലമായിട്ടുള്ള അറിവിൽ നിന്ന് മാത്രമാണ് ഞാനിത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബാക്കി ഇനി അങ്ങനെ കിടക്കുകയാണ്. അത് മാത്രം നിങ്ങളെയായിട്ട് പങ്കുവെക്കാമെന്നാണ് ചിന്തിച്ചത്. സമ്പൂർണമായിട്ടുള്ള ഈശ്വരീയതയിലേക്കുള്ള വഴി, മുക്തിയിലേക്കുള്ള വഴി, അത് സാധന മാത്രമാണ്, അത് ഭക്തി മാത്രമാണ്. ഒരു ഹരേ രാമൻ ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ അതൊന്ന് തുടങ്ങിയാൽ മതി, അത് നമ്മൾ അവിടെ എത്തിക്കുന്ന. ആ എത്തിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആചാര്യന്മാരൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇരിക്കുന്നിടത്ത് ഈശ്വരൻ വരും. ശബരി മോക്ഷവും അഹല്യ മോക്ഷവും ഒക്കെയാണ്. ശബരി ഭഗവാനെ തേടിപ്പോയിട്ടില്ല, അങ്ങോട്ടേക്ക് വരും എന്നാണ് പറഞ്ഞത്. കാരണം ശബരി എന്നും രാമനാമം ചൊല്ലി ഭഗവാനെ മാത്രം വിചാരിച്ചിരുന്നിരുന്നു എന്നാണ്. അതേപോലെ നാളെ നമുക്ക് നീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമെന്ന് നമുക്ക് അറിയില്ല. അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നാലോ, വീട്ടിൽ എവിടെയാണോ നമ്മൾ ഇരിക്കണേ, ബസ്സിലാണോ ഇരിക്കണേ, അവിടെയൊക്കെ നമുക്ക് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശ്വരനെ കാണാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആ ശക്തി ഇവിടെ ഉണ്ട്. ഇതിലെല്ലാവരും ഈശ്വര സ്വരൂപികളാണ്, എല്ലാവരുടെ ഉള്ളിലും ഇതുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേരാ ഞാൻ ഈശ്വരനാണ് എന്ന് ചിന്തിക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്നത്? എൻ്റെ മുന്നിലിരിക്കുന്ന ആ ചേച്ചിയുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്, അതും ഈശ്വരനാണെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരണോണ്ടാണ് നമ്മളിങ്ങനെ തൊഴണേ അല്ലേ. നമ്മളെ ഭാരതീയ സംസ്കാരം അനുസരിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ നമസ്തേ എന്ന് പറയണു. അതെന്തുകൊണ്ടാ? അതിലും നന്മയുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് പക്ഷെ നമ്മൾ ചിന്തിക്കണം.
നമ്മൾ സങ്കല്പിക്കണം. ചിദാനന്ദപുരി സ്വാമികൾ എപ്പോഴും പറയും, നിങ്ങൾ ഈ സങ്കല്പം ഒന്നും ശരിയാക്കാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മള് സ്കൂളിൽ പോയിട്ടുള്ള കുട്ടി വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു 10 മിനിറ്റ് വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തശ്ശൻ പഠിക്കലുണ്ടാവും എന്നെ കാത്തിട്ട്. അപ്പോൾ അപ്പോഴേക്കും ആവലാതി അല്ലേ, നമ്മളെല്ലാവരും പറയും മക്കള് വന്നിട്ടില്ലെങ്കിൽ ആവലാതി, അവർക്ക് എന്തെങ്കിലും പറ്റിയോന്നാ. നമ്മള് നല്ലത് സങ്കല്പിക്കാൻ ആ സമയത്ത് തോന്നില്ല. ചിദാനന്ദപുരി സ്വാമികൾ പറയാ, അമ്മമാരെ അച്ഛന്മാരെ നിങ്ങളൊക്കെ നല്ലത് സങ്കല്പിക്കൂ, അവനിപ്പൊ വരും, അവന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ബുദ്ധിമുട്ടൊന്നും വരില്ല. അച്ഛനമ്മമാരുടെയും പോലെയുള്ള അനുഗ്രഹം നൽകാൻ ഈശ്വരൻ വേറെ ആരെയും ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ടല്ലേ അമ്മയെ കണ്ടു വരുന്നുണ്ടോ, നിങ്ങൾ ദൈവത്തിനെ രാവിലെ കണ്ടിട്ടാണ് വരുന്നതെന്നാണ് ഞങ്ങളോട് അച്ഛമ്മ പറയാറുള്ളത്. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്കും അനുഗ്രഹം നൽകാനും സ്വീകരിക്കാനും ഒക്കെ കെൽപ്പുള്ളവരാണ്. അതിന് നമ്മൾ തയ്യാറാവണം. ഇങ്ങനെയുള്ള ധർമ്മത്തിൻ്റെ ആചരണത്തിൻ്റെ ഭാഗമാവണം. നിങ്ങളും പറഞ്ഞു തുടങ്ങണം, നിങ്ങളും അറിഞ്ഞു തുടങ്ങണം. അറിഞ്ഞ് പറഞ്ഞ് ഇതെല്ലായിടത്തും എത്താൻ നമ്മൾ ഓരോരുത്തരും കാരണമാവണം. എന്നാൽ മാത്രമേ ഇത് നാളേക്കും ഉപകാരത്തിൽ വരുള്ളൂ. കാരണം രാമായണം എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ 30 ദിവസം കൊണ്ട് വായിച്ച് തീർത്ത് ഓടിപ്പോവാനുള്ളതല്ല. അത് എന്താണെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് രാമൻ്റെ കൂടെ യാത്ര ചെയ്താൽ മാത്രമേ നമുക്കത് അനുഭവത്തിൽ വരുള്ളൂ. അതേ നമ്മളെ മനസ്സിൽ നിൽക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ചെറിയ അറിവിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പങ്കുവെച്ചത്. എന്തെങ്കിലും അബദ്ധമോ തെറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബാക്കിയെല്ലാം ഈശ്വരൻ നമ്മളോട് അവിടെ എത്തിച്ചു എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ഇങ്ങനെയുള്ളൊരു അവസരം തന്നതിന് പ്രകാശേട്ടനോട് പ്രത്യേകിച്ചും ഇവിടെയുള്ള ഓരോരുത്തരോടും ഈശ്വര സ്വരൂപികളായിട്ടുള്ള നിങ്ങളോട് നന്ദി പറയണു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എന്നും നല്ലത് വരട്ടെ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷാ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.